Hello friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എസ്എംറസിനെ പറ്റിയാണ്. സോ എല്ലാവർക്കും അറിയാം എസ്എംറസിനെ പറ്റി വൺ ഓഫ് ദ വെൽ നോൺ കമ്പനിയാണ് ബേസിക്കലി SEO ടൂൾസിനകത്ത് ഈവൻ ദോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വരെ ലിസ്റ്റഡ് ഉള്ള ഒരു കമ്പനിയാണ് എസ്എംറസ്. സോ എസ്എംറസ് ഏസ് റഫ് ലൈക്ക് എന്താ പറയുന്ന ഒരു ഗോ ടു ടൂളാണ് വെൻ ഐ ഡു SEO അല്ലെ പിന്നെ എന്ത് അനാലിസിസും കംപ്ലീറ്റ് റിസർച്ച് ചെയ്യാനും ഐ പേഴ്സണലി പ്രിഫർ ദീസ് ടു ടൂൾസ്. ദേ ഗിവ് ലോട്ട് ഓഫ് ഡാറ്റാസ്. ഓക്കെ, സോ ഇന്നത്തെ സെഷനകത്ത് നമ്മൾ ബേസിക്കലി ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റി നോക്കാനാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വൺ ബൈ വൺ. So first, you can see that there are so many features. If you go, let's first നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് നമുക്ക് ഇതിനകത്തോട്ട് സെർച്ച് ചെയ്യാം. So let's go with our website. So നമ്മുടെ പഴയ വെബ്സൈറ്റ്, let's take the domain overview. സോ നമ്മൾ ഡൊമൈൻ ഓവർവ്യൂ ചെയ്യുകയാണ് ഇതിൻ്റെ. സോ ബേസിക്കലി അതോറിറ്റി സ്കോർ, ഇവരുടെ ഒരു അതോറിറ്റി സ്കോറാണ് ഉള്ളത്. പിന്നെ ഓർഗാനിക് ട്രാഫിക് എത്രയാണ് വരുന്നത്, പെയ്ഡ് ട്രാഫിക്, ബാക്ക് ലിങ്ക്സ് എത്രയാണ് വരുന്നത്, 291. ഓൾ ദോസ് സെക്ഷൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് ഓർഗാനിക് ട്രാഫിക്കിൻ്റെ റേഞ്ച് എന്താണ്, എങ്ങനെ സെക്ഷൻസ് ആണ്. സോ ഇത്ര പെർഫെക്റ്റ് അല്ല, ഇതിനേക്കാളും കൂടുതൽ ഓർഗാനിക് ട്രാഫിക് എല്ലാം കിട്ടുന്നുണ്ട്. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ദ ലൈക്ക് ഒരു ബേസിക് സെഗ്മെൻ്റ് ആണ്. ഓർഗാനിക് ട്രാഫിക് ഉണ്ട്, പിന്നെ ഓർഗാനിക് കീവേഡ്സ് ഉണ്ട്. സോ വാട്ട് ആർ ദ കീവേഡ്സ് യു ആർ റാങ്കിങ്, യു വിൽ സീ ദാറ്റ് ലൈക്ക് ടോപ്പ് 3 എത്ര കീവേഡ്സ് ഉണ്ട്, 4 to 10 എത്രയുണ്ട്, 11 to 20 എത്രയുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. സോ യു ക്യാൻ ഫോക്കസ് ഓൺ ദോസ് കീവേഡ്സ് വിച്ച് ഇസ് ലൈക്ക് എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് ടോപ്പ് 3 വേണ്ട, യു ക്യാൻ ജസ്റ്റ് അൺടിക്ക് എത്ര കീവേഡ്സ് ഉണ്ടെന്ന്. യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് 4 to 10 കീവേഡ്സ് എത്രയാണ്. സോ യു ക്യാൻ അനലൈസ് ദാറ്റ് ഓൾ ദോസ് തിങ്സ്. സോ യു ക്യാൻ export this report here. So you can do that. Then when it comes to backlink, you will see that all the backlink will be shown here. So you will be able to find the backlinks, either the backlinks are, and you can see that follow versus no follow percentage, etra follow versus no follow percentages ആണ്. backlink type text links ആണ് കൂടുതലായിട്ടുള്ള, image links, frame links, form links കുറവാണ്. അതേപോലെ തന്നെ anchor text, you can see that which anchor text is coming in, and referring domain, which domain these are links are coming in, and indexed pages. So either the pages indexed are, there is some page error, all those sections you will be able to see this here. Okay, so these are the like എന്താ പറയുന്ന complete segment ആണ് ഇതിനകത്ത് വരുന്നത്. So now let's move one by one. Now let's give another site. Let's analyze Aviv Digital. That's our main site. So now see authority score, organic keywords, backlinks, display advertisement which we are running, and all the traffic section you can see, and keywords, main major keywords, organic keywords, 21 to 20 organic position distribution, then backlinks, do follow versus no follow, top anchors, referring domains, latest published content, and ads, display ads. So that's the thing. Now let's go to traffic analysis. So one by നമുക്ക് ഇപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ട്രാഫിക് അനലൈസ് എങ്ങനെയാണ് ചെയ്യുന്നത്. സോ എത്ര വിസിറ്റ്സ് ഉണ്ട്, യൂണിക് വിസിറ്റ്സ്, പേജ് വിസിറ്റ്സ്, ആവറേജ് ഡ്യൂറേഷൻ, ബൗൺസ് റേറ്റ്, all those things you can compare it with your competitor also. Like if you have a competitor, you can compare that. അതേപോലെ തന്നെ audience insight, you can see that. So basically കുറച്ചും കൂടെ advanced feature ആണ്. So this in this account is not there. So you can just see that traffic journey. So how traffic is going on. So search, direct, എങ്ങനെയാണ് ട്രാഫിക് വരുന്നത്, top pages. So you can just find the top pages. Okay, subfolder. So these are the like features need to unlocked. So basically backlinkന് വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ എടുത്തേക്കുന്നത്. സോ യു ക്യാൻ ഹിയർ യു ക്യാൻ ബൾക്ക് ഡൊമൈനെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. സോ നൗ ലെറ്റ്സ് ട്രാഫിക് അനാലിസിസിനകത്ത് താഴോട്ട് നമുക്ക് നോക്കാം.
ഇതിപ്പോൾ നമ്മൾ ഓരോ ട്രാഫിക്കിൻ്റെ സെഗ്മെൻറ്റ്സ് നോക്കി എത്ര വിസിറ്റ്, എത്ര യൂണീക്ക് വിസിറ്റ്സ്, പേജ് പെർ വിസിറ്റ്സ്, ദെൻ ടോപ്പ് പേജ് ട്രാഫിക്, ഡെസ്ക്ടോപ്പിൽ എത്രയാണ്, മൊബൈലിന് എത്രയാണ്. സോ മാക്സിമം മൊബൈൽ ട്രാഫിക്കാണ് വരുന്നത്. ട്രാഫിക് സോഴ്സസ്, ഏത് ട്രാഫിക്കാണ്, ഡയറക്റ്റ് ആണ്, സെർച്ച് ആണ്, ഏതാണ് ട്രാഫിക് സോഴ്സസ് കൂടുതലായിട്ടുള്ള. ആൻഡ് ട്രാഫിക് ജേർണി, യു ക്യാൻ സീ ദാറ്റ് ഡയറക്റ്റ് വരുന്നവർ, ഗൂഗിളിനകത്തുനിന്ന് വരുന്നവർ, ലൈക്ക് ഹൗ ദിസ് ഗോയിങ് ടു ബി, ടോപ്പ് ഡെസ്റ്റിനേഷൻ ഏതാണ്, സോ ലൊക്കേഷൻ എവിടെ നിന്നാണ് മാക്സിമം ട്രാഫിക് വരുന്നത്, ആൻഡ് കമ്പനി information you can see this. So these are the extra information you will be find here. So now let's get to organic search. So നമുക്ക് ഓർഗാനിക് വരുന്നത് സെർച്ചിനെ മാത്രം ഫോക്കസ് ചെയ്യാം. ലൈക്ക് ഓർഗാനിക് കീവേഡ്സ് എത്രയുണ്ട്. സോ ഇൻ ഇന്ത്യ യു ക്യാൻ സീ ദാറ്റ് 820 keywords, USA 719 and PL14, all those in desktop. And section traffic keywords, you can see that 14 keywords traffic, estimated traffic trend എങ്ങനെയുണ്ട്. top organic keywords, so what are the top organic keywords ഏതാണ്, traffic based, position based, SERP status, like not linking to domain, site link, people also ask. All those sections you will be able to see here. പിന്നെ ടോപ്പ് പേജസ് എത്രയാണ്, സോ ഓൾ ദ ടോപ്പ് പേജസ് യു ഏബിൾ ടു സീ. സബ് ഡൊമെയിൻ, ടോപ്പ് സബ് ഡൊമെയിൻസ്. നൗ ലെറ്റ്സ് മൂവ് ടു കീവേഡ്സ് ഗ്യാപ്പ്. സോ കീവേഡ്സ് ഗ്യാപ്പ് ബേസിക്കലി നമ്മുടെ കോമ്പറ്റീറ്ററായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ കീവേഡ്സ് ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മുടെ കീവേഡ്സും പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കീവേഡും കൂടെയാണ് ഗ്യാപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഫോർ കോമ്പറ്റീറ്റർ let's compare. So here you can change the country. Let's compare. So that will say that top opportunities for in the topics നമുക്ക് എഴുതാൻ പറ്റുന്ന opportunities ഏതാണ്, that will be like shown here, which like Vipin I have done, but you can also do like ഇതിവിടെ കാണിക്കാൻ പറ്റും ഏതാണ് പൊസിഷൻ, ഇത് റാങ്ക് ചെയ്യുന്നത്, ആൻഡ് വോള്യൂം എത്രയാണ് വരുന്നത്. സോ ദാറ്റ്സ് another thing like keyword gap വരുന്നത്. So other keywords you can see that print on demand is there, job post drop shipping. Okay, so these are the some keywords. Now let's get into backlink gap. So now we can analyze the backlink gap. So backlink, അവർക്ക് backlink കൊണ്ട് നമുക്കില്ലാത്ത backlinks ഏതാണ്, so you can find that. So these are the some backlinks gap you can create where we are not having but I am having. So that's the thing, like ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല, so you can look into that also. Now let's keyword research. So ഇതിപ്പം കോമ്പറ്റീറ്റർ റിസർച്ച് ആണ്. സോ ഇത്ര സെഗ്മെൻറ്റിനകത്ത് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കീവേഡ് ഫോക്കസ് ചെയ്യാം. ലൈക്ക് ഇപ്പം നമ്മൾ ഏത് കീവേഡ്സാണ് പ്ലാൻ ചെയ്യുന്നത്, കീവേഡ് റിസർച്ചിനകത്തോട്ട് പോവാം. സോ ഈ സൈറ്റ്സിനകത്ത് വരുന്നത് കീവേഡ്സ് സെഗ്മെൻറ്റ് നമുക്കിവിടെ ഫോക്കസ് ചെയ്യുന്നതാണ്. ലൈക്ക് എന്ത് ടൈപ്സ് ഓഫ് കീവേഡ്സ് ആണ് വരുന്നത്. അല്ലെ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കീവേഡ്സ് എൻ്റർ ചെയ്യാൻ പറ്റും. ലൈക്ക് ബിക്കോസ് ഇത് ഇച്ചിരി കൂടെ ഒരു കീവേഡ് ഫോക്കസ്ഡ് ആണ്. സോ നമ്മളിപ്പോൾ കീവേഡ് റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ കീവേഡ് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ട, കീവേഡാണ് ഇടേണ്ടത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, സോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കീവേഡ് റിസർച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വെൻ ഐ ഡു കീവേഡ് റിസർച്ച് നൗ യു ക്യാൻ സീ ദാറ്റ് വോള്യൂം എത്രയാണ് വരുന്നത്, കീവേഡ് ഡിഫിക്കൽട്ടി എത്രയാണ്, ഗ്ലോബൽ വോള്യൂം എത്രയാണ്, റിസൾട്ട് CPC എത്രയാണ്, ഓൾ ദ ട്രെൻഡ് എങ്ങനെയുണ്ട്. സോ ഓൾ ദ സെക്ഷൻസ് യു ഏബിൾ ടു സീ. സോ കീവേഡ് വേരിയേഷൻസ്, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് കീവേഡ് വേരിയേഷൻസിൻ്റെ ഒരു ടോട്ടൽ വോള്യൂം 2 മില്യൻ്റെ അറൗണ്ട് ഉണ്ട്. എത്ര കീവേഡ്സ് ഉണ്ട്, 105K. ക്വസ്റ്റ്യൻസ് എത്ര എണ്ണമുണ്ട്, 8K. റിലേറ്റഡ് കീവേഡ്സ് 997 keywords are related are there. So SERP analysis like top 10 to top 100 വരെയും ലൈക്ക് ആരാണ് റാങ്ക് ചെയ്യുന്നത്, why they are ranking, you can just analyze those things. Okay, so then ad copies, the people who are running ads, അവരുടെ ad copies എങ്ങനെയുണ്ട്, keywords history, like how keyword is performing, all those sections you can find here with that keyword. So ഇപ്പോൾ keyword variation അത് നമ്മളിപ്പം പോവുകയാണെങ്കിൽ view all
അല്ല പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ വ്യൂ ഓൾ. സോ കീവേഡ് വേരിയേഷൻസ്. സോ നമുക്ക് ഇവിടുന്ന് കീവേഡ് വേരിയേഷൻസിനകത്തോട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം കോഴ്സസ് റിലേറ്റഡ് തന്നെ 8,000 സംതിങ് ഉണ്ട്. സോ ലൈക്ക് ലെറ്റ്സ് സെലക്ട് ഫോർ ദ കോഴ്സസ് ഓൺലി. സോ നമ്മൾ കോഴ്സസ് കീവേഡ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക. So digital marketing courses, Google digital marketing courses. So you can see that traffic എത്ര ഉണ്ട്, എത്ര CPC ആണ് വരുന്നത്, റിസൾട്ട്സ്, കോമ്പറ്റീഷൻ എത്ര ഉണ്ട്. യു ക്യാൻ ഈവൻ അനലൈസ് ദ കോമ്പറ്റീഷൻ. ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ കീവേഡ് ഡിഫിക്കൽട്ടി യു ക്യാൻ പെർസെൻറ്റേജിനകത്ത് ഈസി, വെരി ഈസി. സോ നമുക്ക് വെരി ഈസി ഉള്ളത് നമുക്ക് ജസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഐ ജസ്റ്റ് ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ റിസർച്ചിനകത്ത് എനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ I need to find the keyword which is easiest to get rank for. So I can see that digital marketing course in Thrissur 720 volume ഉണ്ട്. ബട്ട് എന്താ പറയുക, കീവേഡ് ഡിഫിക്കൽട്ടി ഭയങ്കര കുറവാണ്. സോ ഐ ക്യാൻ ട്രൈ ടു ക്രിയേറ്റ് എ കണ്ടൻറ് ഓൺ ദിസ് ആൻഡ് ട്രൈ ടു റാങ്ക് ഓൺ ദിസ് കണ്ടൻറ്. സോ അങ്ങനെയാണ് ഒരുപാട് സെക്ഷൻസ് നമുക്ക് ഇതിനകത്തോട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. സോ ദാറ്റ്സ് ദ വേ ഹൗ യു ക്യാൻ ഗോ അബൌട്ട് other keywords also, like which is like digital marketing in Marathi, digital marketing company in Kolhapur, company in Ranchi, freelancers in Bangalore. So you can see that digital marketing ഏറ്റവും easy keywords ഏതാണ്. So it's location based keywords ആണ്, which is like having enough keyword search. Also it's going to be എന്താ പറയുന്ന ഒരു ബേസിക് നമുക്ക് ട്രാഫിക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിനകത്ത് വേറെ നമുക്ക് സെക്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഓൾ കീവേഡ്സിനകത്ത് വെരി ഈസിനകത്ത് നമുക്ക് കോഴ്സ് റിലേറ്റഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ക്ലിക്ക് ചെയ്താൽ, സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ കോഴ്സ് റിലേറ്റഡ്, യു സീ ദാറ്റ് ഓൺലി കോഴ്സ് റിലേറ്റഡ്. ഇപ്പോൾ ഏജൻസി എല്ലാം കീവേഡ്സ് നമുക്ക് വരുന്നുണ്ട്. സോ നൗ ഐ ഗോട്ട് ഓൺലി 34 കീവേഡ്സ് വിച്ച് ഐ നീഡ് ടു ഫോക്കസ് ഓൺ. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ട്രാഫിക് ബേസ്ഡ് ഏതേത് സ്ഥലത്താണ് ട്രാഫിക് വരുന്നത്. So you can completely see this, all the section. So in the best part എന്താണെന്ന് പറഞ്ഞാൽ, you can always go here and export it. Okay, so നമുക്ക് this group only 34 all 168. So I don't want 168, I can just go with this group 34. So എനിക്ക് CSV XLS എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. So it's got exported. So these are the some keywords which we can focus on. So anyway, I'm going to focus on this keyword anyway. So that's the thing. Now let's move to keyword. Other features are there, phrase match, all those sections you can go. The questions മാത്രം എനിക്ക് നോക്കണം. So I just wanted to look for the questions, and that is very easy. So is digital marketing, what is digital marketing in Tamil? So Tamil is the one very easy showing. So let's take easy, not too much easy. So you can now see that questions. These are the some set of questions. 21 questions are there. What is digital marketing in Hindi? How many main pillar of digital marketing? What is the father? Who is the father of digital marketing? How to start digital marketing business in India? So you can see that enough traffics are there. You can create content. These are the question based content ആണ്. So ഇതിനെ content create ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, we can publish content around these things. Okay, so I can export this also because we can have a Q&A based questions. So all 21, let's export. So then ഇതിൻ്റെ വേറെ സെക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ അഗൈൻ ഫിൽട്ടർ ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, വോല്യൂംസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇത്ര വോല്യൂംസിനെ മാത്രം മതി. ലൈക്ക് ഐ വോണ്ട് ഓൺലി 1000 to 10,000 കീവേഡ്സ്. സോ വെൻ യു ക്ലിക്ക് ദിസ് യു വിൽ സീ ദാറ്റ് എത്ര പേരുണ്ട് ആ പർട്ടിക്കുലർ കീവേഡിനകത്തുള്ളത്. സോ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ഹിന്ദി, അത് മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതലായിട്ട് സെക്ഷൻസ്. സോ even keyword difficulty is 26 ആണ്. Now let's move to keyword manager. So ഇതായിരുന്നു നമുക്ക് കീവേഡ് മാജിക് ടൂൾസ്, നമ്മൾ കീവേഡ്സ് അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരുപാട് അതിനെക്കൊണ്ട് വെച്ചിട്ട് പ്ലേ ചെയ്യാം. Now let's go to next feature, that is keyword magic tool. So keyword magic tool ആക്ച്വലി ബേസിക്കലി നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത സെക്ഷൻ തന്നെയായിരുന്നു അതിനകത്ത് വരുന്നത്. സോ keyword magic tools നമ്മൾ ഓൾറെഡി കണ്ടതാണ്. So all the keywords segment you can see. So നമുക്ക് എപ്പോഴും വോല്യൂം വൈസോ കീവേഡ് ഡിഫിക്കൽട്ടി വൈസോ നമുക്കിതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്കത് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻറ്റ്സ് ആണ്.
സോ ഇച്ചിരി കൂടെ നമുക്ക് ഓർഗനൈസ്ഡ് വേയിൽ നമുക്കിത് എന്നാ ചെയ്യാൻ പറ്റും, കീവേഡ് റിസർച്ച് ചെയ്യാൻ പറ്റും SEMrushനകത്ത്. ദിസ് ഇസ് ദ വൺ മോസ്റ്റ് റീസൺ, ലൈക്ക് എസ്പെഷ്യലി കീവേഡ് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഐ പ്രിഫർ SEMrush. Now let's get to keyword manager. So keyword manager nathu you can add your keyword. So all the keyword list namukku ivide add cheyan pattum, and we can see that all the data is related to that keywords here. So let's create a and let's add some keyword. Add keywords. I want India. So let's digital marketing course, digital marketing class, digital marketing agency. Okay, so these are the 3 keywords I just added, and now you can see that all the keywords, the volume and the trend and the all those sections you are able to see here. So that way I have already created some other sections where like a particular industry nothing I work cheyumbom I will just go and look for, like just for 6 keywords are there, 168 Novax nu vendi nammal cheyidikkunna research. You can see that so many keywords are there. Okay, so this will actually give you the search volume enganeyana, need updating. So refresh cheyidal update avum. So all the keywords will be, you will be see that what country is going. Now let's another feature, let's go back here. So namukku idinte traffic nokam. Okay, volume, digital marketing agency, digital marketing core, digital marketing class. So all the SERP nathu enda verunna, local pack verunundu, star verunundu, site links verunundu, then again other features. So you can see that these are the SERP features aanu inathu verunne. So idellam namukku focus cheyan pattunnana, and last updated. Okay, now you have option to filter, you have option to keyword difficulty, CPC based, SERP features based. Like ഇപ്പം നമുക്ക് നോളജ് പാനൽ മാത്രം വരുന്ന കീവേഡ്സ് ഏതേതാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത കീവേഡ്സിനകത്തൊന്നും നോളജ് പാനൽ വരുന്നില്ല. So again other features, like you can see that instant answer, knowledge panel, carousel, local pack, top stories, image, site link, reviews, പിന്നെ ട്വിറ്റേഴ്സിൻ്റെ വീഡിയോസ്, ഫീച്ചേർഡ് വീഡിയോ, ഫീച്ചർ സ്നിപ്പെറ്റ്സ്, ഇമേജ്, ആഡ്വേർഡ്സ് ടോപ്പിൽ വരുന്നത്, ആഡ്വേർഡ്സ് ബോട്ടമിൽ വരുന്നത്. സോ ലെറ്റ്സ് ക്ലിക്ക് ആഡ്വേർഡ്സ് ടോപ്പ്. നമുക്ക് നോക്കാം ടോപ്പിൽ വരുന്ന ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിന് വേണ്ടി ആഡ്വേർഡ്സ് ടോപ്പിനകത്ത് വരുന്നുണ്ട്. സോ ലെറ്റ്സ് ക്യാൻസൽ ദിസ്, അഗെയിൻ ടേക്ക് ദ അതർ തിങ്. സോ ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ മെയിൻ കീവേഡ് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ബോട്ടം, ഷോപ്പിംഗ് ആഡ്സ് വരുന്നത്, ഹോട്ടൽ പാക്സ് വരുന്നത്, ജോബ് സെർച്ച് വരുന്നത്, video, carousel, people also, FAQ, flights, all those sections will be there in this particular section. ഇനിയിപ്പോൾ കോമ്പറ്റേറ്റീവ് ഡെൻസിറ്റി നമുക്ക് നോക്കാൻ പറ്റും. സോ എത്ര കോമ്പറ്റേറ്റീവ് ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ദീസ് ആർ ദ കീവേഡ്സ്, ലൈക്ക് ഹൈലി കോമ്പറ്റേറ്റീവ് കീവേഡ്സ് ആണ്. പിന്നെ ക്ലിക്ക് പൊട്ടൻഷ്യൽസ്, എത്ര ക്ലിക്സ് കിട്ടാൻ സാധ്യതയുണ്ട്, ദാറ്റ് ഈസ് ക്ലിക്ക് പൊട്ടൻഷ്യൽ ആണ്. സോ നീഡ് അപ്ഡേറ്റിംഗ് ആണ്. So it will take time to get update. Then you can give the tag, when there are tags only you can just give that thing. Now let's move to position tracking. Position tracking is a very focus, like nammala keyword nu vendi evade rank cheyune. So that is the keyword positioning we need to create. So we can create our keyword position here, like add a position tracking. So namukku project name add cheyam, project domain add cheyam. So let's add project domain and project name. Let's create. So now root domain ആണ് ഗൂഗിളിനകത്താണ് ട്രാക്ക് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ്, മൊബൈൽ, ടാബ്ലറ്റ്. ഡെസ്ക്ടോപ്പ് ആണ് നോക്കുന്നത്. ലൊക്കേഷൻ I can give like let's give my location. So state, so volume to show regional, അല്ലെ പിന്നെ എങ്ങനെയാണ് വോല്യൂം നാഷണൽ ആണ് ഷോ ചെയ്യുന്നത്, എനിക്ക് റീജിയണൽ മതി. Business name for your local name pack, so it's webinar only.
then go to keywords. So ഇത്ര സെക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളിനിപ്പോൾ കീവേഡ്സിനകത്തോട്ട് പോവാം. സോ കീവേഡ്സിനകത്ത് നമ്മളിപ്പം ഏതേത് കീവേഡ്സിന് വേണ്ടിയാണ് റാങ്ക് ചെയ്യുന്നത്. സോ SEO expert, digital marketing, Kerala. So that's 2 keywords I just mentioned. So you can add separate keyword with commas. So നമ്മൾ comma വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. So add to projects. So these are the keywords I need to add to project. Now send me weekly updates. So ഇപ്പം weekly updates വേണമെങ്കിൽ weekly updates എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. Or you can go from the manually ഇടാം, campaign wise ഇടാം, SMSനകത്തുനിന്ന് ഇടാം, Google Analytics കണക്ട് ചെയ്തിട്ട് ഇടാം, ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇടാം. സോ ഓൾ ദ കീവേഡ്സ് വിൽ ബി ട്രാക്ഡ് ഹിയർ. സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ കീവേഡ്സും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് what is the ranking we are having. So let's get start tracking. So let's tracking nathote click here. So now it will go and find the position and shows here. So ipo njan rendu keywords maatrayana inathu track cheyna position tracking. So it will take some time and you will be see that ranking of this particular keyword here. So that is the another feature which namakku ellarku use avuna oru feature aanu. So very important feature aanu. You can track at least your main keywords ranking here, and you can check your daily updates, like weekly updates. You can just check it. So let it update position tracking. So now let's move to another organic traffic insights. So now let's move to organic traffic insights. So ഇവിടെ organic traffic like നമ്മുടെ ഓരോ സൈറ്റ്സിനകത്ത് വരുന്ന organic traffics ആണ്. So I need to set up this if I wanted to try for that particular website. So ഇതിനു വേണ്ടി എനിക്ക് Google Search Console ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യണം. So when I connect my Google Search Console, I will get that traffic inside. So as per now I don't want to connect it, so let's leave it. So already I have collected some websites and you can see the traffic how it's look like. Let's take this one, Novex, and you can see that organic traffic how Novex is working. So it's basically client is from Denmark and we are tracking them here. So all those traffic will be here. So shown that the pages are landing pages etra undu. So complete pages analysis namukku ivide cheyan pattunnana. So it's a very helpful data if you track these things. So dashboard site in the dashboard കാണും, like overall ആ സൈറ്റിൻ്റെ ഒരു അനാലിസിസ് ആയിരിക്കും. സോ എത്ര സൈറ്റ് ഓഡിറ്റ്, പൊസിഷൻ ട്രാക്കിംഗ്, ഓൺ പേജ് SEO ചെക്കർ, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, ബ്രാൻഡ് മോണിറ്ററിങ് നമുക്ക് നോക്കാൻ പറ്റും, ബാക്ക് ലിങ്ക്സ് ഓഡിറ്റ്, ലിങ്ക് ബിൽഡിങ്, PPC ഉണ്ട്, ഓർഗാനിക് ട്രാഫിക് ഇൻസൈറ്റ്സ്, ദെൻ സൈറ്റ് ഓരോ സെഗ്മെൻറ്റ് വൈസ് നമുക്ക് തുറക്കാൻ പറ്റും, സൈറ്റ് ഓഡിറ്റ്സ് എങ്ങനെയാണ് പോകുന്നത്. സോ സൈറ്റ് ഓഡിറ്റിനകത്ത് ഇഷ്യൂസ് എത്ര ഉണ്ട്, വാർണിംഗ്സ് എത്ര ഉണ്ട്, നോട്ടിഫൈ ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ഇഷ്യൂസ് ആർ ദെയർ, യു ക്യാൻ സീ ദാറ്റ് കോർ വെബ് വൈറ്റൽ ഇഷ്യൂസ് ഏതാണ്, crawlability issues ഏതാണ്. So all issues you can go and fix that. So 11 pages written 404 status code, all those sections you will be able to manage here when you connect all your section site here. Then position tracking, നമുക്ക് പൊസിഷൻ ട്രാക്കിംഗ് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ദ കീവേഡ്സ് വിച്ച് വി വാണ്ടഡ് ടു സീ ദ റാങ്കിങ് ആൻഡ് വി ക്യാൻ പുട്ട് ദാറ്റ് ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഹൗ വിസിബിലിറ്റി ഇസ് ദെയർ, എസ്റ്റിമേറ്റഡ് ട്രാഫിക് എത്രയുണ്ട്. സോ ഓൾ ദോസ് സെക്ഷൻസ് യു ക്യാൻ സീ ഹിയർ. സോ ദാറ്റ് ഈസ് ലൈക്ക് ദെൻ ഓൺ പേജ് SEO ചെക്കർ. സോ ഇഷ്യൂസ് ഏതേത് ഇഷ്യൂസ് ആണ് നമുക്കിവിടെ ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിന് നമ്മൾ ആഡ് ചെയ്ത പ്രൊജക്റ്റിന് നമുക്ക് ഓൺ പേജ് ഇഷ്യൂസ് കാണാൻ പറ്റും. സോ ഈ ഓൺ പേജ് ഇഷ്യൂസ് എല്ലാം നമുക്ക് എന്താ ചെയ്യുന്നത്, നമുക്ക് വി ക്യാൻ എഡിറ്റ് ദാറ്റ്. So it's strategy idea, backlink idea, technical SEO idea, user experience idea, SERP features, semantic ideas, content ideas. So you can just go and like content ideas എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും. സോ 8 ideas ആണ് ഇറ്റ് ഗിവിങ് ലൈക്ക് ഈ പർട്ടിക്കുലർ സൈറ്റിൻ്റെ സർവർ ഡെസ്കിൻ്റെ total volume 8 ideas. So what 8 ideas they are giving, you can see that target keywords in meta tags. ആ സർവീസ് ഡെസ്ക് meta tags നാത്തില്ല,
യൂസ് ടാർഗറ്റ് H1. സോ അങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഓൺ പേജ് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഒരു തരുന്നതാണ്. സോ നമുക്ക് വേറെ ഒരു ടൂളുണ്ട് SEO സർഫർ എന്ന് പറഞ്ഞിട്ട്. അവരും ബേസിക്കലി എങ്ങനെയാണ് പർട്ടിക്കുലർ ആർട്ടിക്കിൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റാണ് ഇവിടെ നമുക്ക് തരുന്നത്. സോ ഓരോ ആർട്ടിക്കിൾ നമ്മൾ ഓരോ സെഗ്മെൻറ്റ് വൈസ് നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. Now let's move to brand monitoring. സോ ബ്രാൻഡ് മോണിറ്ററിങ്ങിനകത്ത് നമ്മുടെ പേരിനെ പറ്റി എവിടെയെങ്കിലും സെർച്ച് വന്നിട്ടുണ്ടോ? സോ അവർ നെയിം വെർ എവർ ഇറ്റ്സ് കമ്മിങ് യു വിൽ ഏബിൾ ടു ഫൈൻഡ് ദോസ് തിങ്സ് ഹിയർ. സോ യു ക്യാൻ ബ്രാൻഡ് മോണിറ്ററിങ് ഫോർ ദിസ് പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് ലിങ്ക് ഓഡിറ്റ്സ്. സോ ബാക്ക് ലിങ്ക് അനാലിസിസ് ചെയ്യുന്നതാണ്. സോ എവിടുന്നാണ് നമുക്ക് ബാക്ക് ലിങ്ക്സ് കിട്ടുന്നത്, സോ ബാക്ക് ലിങ്ക്സിൻ്റെ ക്വാളിറ്റി എന്താണ്, ഓൾ ദോസ് സെക്ഷൻസ് യു വിൽ ബി സീ ഹിയർ. സോ ഹൈ ടോക്സിക് എത്ര ബാക്ക് ലിങ്ക്സ് ഉണ്ട്, നോൺ ടോക്സിക് ബാക്ക് ലിങ്ക്സ് എത്ര ഉണ്ട്, 100 നോൺ ടോക്സിക് ഉണ്ട്, 11 ടോക്സിക് ഡൊമൈൻസിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ റിഫറിങ് ഡൊമൈൻ എത്രയാണ്, അനലൈസ്ഡ് ബാക്ക് ലിങ്ക്സ്. സോ ഓൾ ദോസ് sections you can see that toxic non-toxics 100 ഉണ്ട്. So now you can just go and review those non-toxic backlinks ഏതാണ്. You can just click on that particular non-toxic sections and you can analyze that backlinks ഏതേത് backlinks ആണ് which is like good and go for the like toxic score എത്ര ആണ്, less than 50 ആണ്. So the more is that and the like high toxic is the site. So if text based on backlinks awareness, so you can just see that if it's suit for you, you can just go and create that for you. So that's the thing how you can go about this particular section. So now let's move to another feature, that is link building. So backlink audits കഴിഞ്ഞ് ഇനിയിപ്പോൾ ലിങ്ക് ബിൽഡിങ്ങിന് വേണ്ടി നമുക്ക് പർട്ടിക്കുലർ സജഷൻസ്, ഡൊമൈൻ പ്രോസ്പെക്ട്സ്, ഗോ ടു പ്രോസ്പെക്ട്സ്, ഓൾ ദോസ് കീവേഡ്സ് ഏതാണ്, കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് റാങ്ക് ചെയ്യുന്ന കീവേഡ്സ് ഏതാണ്, യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് all those sections you will be having here. So let's click on the competitors keywords ഏതാണ്. So prospect. So these are the keywords competitors create ചെയ്യുന്ന ലിങ്ക്സ്, അവർക്കെല്ലാം ഉള്ള ലിങ്ക്സ് എവിടെയാണ്. So those links I can go focus on acquiring that. Okay, so this way how I can go in progress. So like ഓരോ ലിങ്ക് ഞാൻ ഫോക്കസ് ചെയ്യാം കിട്ടാൻ വേണ്ടി, and I can see that when I am going to get these links. Now let's organic traffic insights. You can just look for your organic traffic insights, like നമ്മൾ ട്രാക്ക് ചെയ്യുന്ന കീവേഡ്സിൻ്റെ എത്ര ഒരു നമ്മുടെ വെബ്സൈറ്റിന് എത്ര ട്രാഫിക് ഉണ്ട്, എത്ര യൂസേഴ്സ് ഉണ്ട്, സെഷൻസ് ഉണ്ട്. സോ ഓൾ ദോ സെക്ഷൻസ് യു വിൽ ബി ഏബിൾ ടു സീ ഹിയർ. ദെൻ കംസ് കണ്ടൻറ് അനലൈസേഴ്സ്. സോ നമ്മുടെ ആർട്ടിക്കിളിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ് ദിസ് പർട്ടിക്കുലർ സെഗ്മെൻറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ലൈക്ക് ഹൗ യു വെൻ യു ആഡ് എ position complete domain here and you can track all those things. So നമ്മൾ ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റപ്പ് കിട്ടും. സോ ഓർഗാനിക് ട്രാഫിക് ഇൻസൈറ്റ്സിനകത്തായിരുന്നു നമ്മളിതിപ്പം കണ്ടത്. സോ നൗ ലെറ്റ്സ് മൂവ് ടു അനദർ വൺ, ദാറ്റ് ഈസ് ബാക്ക്ലിങ്ക് അനലിറ്റിക്സ്. സോ ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദ ബാക്ക്ലിങ്ക്സ് അനലിറ്റിക്സ്. ഇവിടെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബാക്ക് ലിങ്ക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ലൈക്ക് വൺ ഓഫ് ദ ലൈക്ക് മോസ്റ്റ് യൂസ്ഡ് ഫീച്ചേഴ്സാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻസ് ആണ്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ nike.com. സി ലൈക്ക് നൈക്കി എങ്ങനത്തെ ബാക്ക് ലിങ്ക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ ബാക്ക് ലിങ്ക്സ് ആണ് അവർക്ക് കിട്ടുന്നത്, ജസ്റ്റ് ഫോർ ഫൺ. സോ യു ക്യാൻ സീ ദാറ്റ് 165K ഡൊമെയിൻ ആണ് ബാക്ക്ലിങ്ക്സ്, 46 million ബാക്ക്ലിങ്ക്സ് ആണ്, മന്ത്ലി വിസിറ്റ്സ്, കീവേഡ്സ്. സോ ഓൾ ദോസ് തിങ്സ് യു ക്യാൻ അനലൈസ് ഹിയർ. റിഫറിങ് ഡൊമെയിൻസ്, ന്യൂ ആൻഡ് ലോസ്റ്റ് ബാക്ക്ലിങ്ക്സ്. So what is the anchor they are getting? So logo Nike. You can just see that all the referring score, backlink type, link attributes, TLD distributor like .com, .org, .net എത്രയാണ് കിട്ടുന്നത്, GOV എത്ര എണ്ണം ഉണ്ട്, 52 GOV, 437 EDU links. So most of the like project based ആയിരിക്കും. So that link profile distribution, referring domain, referring IPs and referring subsets, similar profile ഇവരുടെ കോമ്പറ്റീറ്റർ വേറെ ആരാണ്, you can just see that Adidas, HM, all those sections. So top pages, സൈറ്റിൻ്റെ ടോപ്പ് പേജസ് ഏതാണ്. സോ കംപ്ലീറ്റ് യു നീഡ് ടു അനലൈസ് ദീസ് തിങ്സ്.
സോ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് ഇപ്പം റിഫറിങ് ഡൊമൈൻ ഏതാണ്, ബാക്ക് ലിങ്ക്സ് ഏതാണ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. സോ വെൻ യു ക്ലിക്ക് ഓൺ ദ ബാക്ക് ലിങ്ക്സ്, സോ ഇറ്റ് വിൽ ഗോസ് ടു ബാക്ക് ലിങ്ക് സെക്ഷൻ. ആൻഡ് ബാക്ക് ലിങ്ക്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ you can filter down, you can set a filter sections, so how they are getting, so all links and follow or no follow or no. Let's have a follow links. You have an option of advanced filter. You can just advanced filter, so include AI, exclude AI, referring domain, exactly matching. Other conditions നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, like when you add വേറെ conditions എന്തെങ്കിലും ഉണ്ടെങ്കിൽ referring domains, ടൈപ്പ്, ആങ്കർ, IP അഡ്രസ്, സോ അങ്ങനത്തെ കുറച്ച് നമുക്ക് അഡ്വാൻസ് ഫിൽറ്റേഴ്സ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ ക്ലിയർ ഫിൽറ്റർ, ലെറ്റ്സ് ക്ലോസ് ദിസ് ഫിൽറ്റർ. ഹിയർ ആക്റ്റീവ്, ന്യൂ, ഓൾ ദോസ് സെക്ഷൻസ് യു ക്യാൻ സീ ലിങ്ക്സ്, ഫോളോ ലിങ്ക്സ് ഈസ് കമ്മിങ്. സോ എവിടെ നിന്നാണ് വരുന്നത്, യു ക്യാൻ സീ ദോസ് ലിങ്ക്സ് ആൻഡ് യു ക്യാൻ see that if you can replicate that. If you are a competitor like Adidas, you need to go through their links and you need to try to replicate that. So that is the best option you are having. Now let's move to anchors. Like engante anchors ആണ് അവർ കൊണ്ടുവരുന്നത്. സോ അവരുടെ മോസ്റ്റ്ലി ആങ്കേഴ്സ് ബ്രാൻഡ് നെയിമിലാണ് വരുന്നത്. സോ അതർ ലാംഗ്വേജിൽ ബ്രാൻഡ് നെയിം തന്നെ ആയിരിക്കും, നൈക്കി ഓഫേഴ്സ്, nike.com. so that is the. Now let's move to referring domains. So you can see that all the referring domains from where all the links are coming in. So these are the referring domains. So these are the big brands. So ഇവർക്ക് ലിങ്ക്സ് അക്വിസിഷൻ ഭയങ്കര ഓട്ടോമേറ്റഡ് ആയിരിക്കും. സോ അവർക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആളുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇൻഡെക്സ് പേജസ് and competitors, so you can just go and check the competitors. So that is the like backlink analytics sections. നാത്ത് നമുക്ക് ഏത് സൈറ്റ്സിനെ വേണമെങ്കിലും ബാക്ക്ലിങ്ക്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. You can easily go and analyze backlinks of all your competitors here in one single place. Now let's move to backlink audit. So backlink audit section നാത്ത് നമുക്ക് we can select our projects. So ഏത് പ്രൊജക്റ്റിൻ്റെ ബാക്ക്ലിങ്ക്സ് ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. So let's create. So domain name and പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ബാക്ക്ലിങ്ക് ഓഡിറ്റിംഗ് ടൂളിനകത്ത് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ലെറ്റ് ഓപ്പൺ വൺ പ്രൊജക്റ്റ്, AM നെറ്റ്വർക്സിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഹിയർ വെൻ യു ക്രിയേറ്റ് എ ലിങ്ക്സ്, സോ ഇതിൻ്റെ ബാക്ക്ലിങ്ക്സിൻ്റെ സെക്ഷൻ നമുക്ക് നോക്കാം. ടോക്സിക് ഡൊമൈൻസ് എത്രയാണ്, 440. പൊട്ടൻഷ്യൽ ടോക്സിക് ഡൊമൈൻ 253. അനലൈസ്ഡ് ബാക്ക്ലിങ്ക് 5799. റെഫറിങ് ഡൊമൈൻ ഇത്രയാണ്. സോ ഓവറോൾ ടോക്സിറ്റി സ്കോർ എത്രയാണ്, ഭയങ്കര ഹൈ ആണ് ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിനകത്ത്. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് യു ക്യാൻ ട്രൈ ടു ഫിക്സ് ഓൾ ദോസ് ലിങ്ക്സ്. ലൈക്ക് ഈ ടോക്സിക് ലിങ്ക്സിനെല്ലാം നമ്മൾ നോർമലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ഗോ ആൻഡ് ട്രൈ ടു ഗെറ്റ് ദോസ് ടോക്സിക് ലിങ്ക്സിനെ ഡിസലൗ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോക്കാറ്. സോ ദീസ് ആർ ദ ക്ലയൻസ് കംസ് ലൈക്ക് ആഫ്റ്റർ എന്താ പറയുന്നത് വർക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്തിട്ട് വരുന്ന സെക്ഷൻസ് ആണ്. സോ we try to keep it like toxicity score less than 40. So these are the backlinks which they are getting. And here you have like a option like link attributes namakku follow venam, and authority score or link type, toxic markers, category or authority score. You can put like എത്ര authority score ആ വേണ്ടേ. ലിങ്ക് ടൈപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ലിങ്ക് ആണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ടെക്സ്റ്റ് ലിങ്ക് മാത്രം ഫോക്കസ് ചെയ്യാം. So now you can see that I have filtered so many things, and now you can find some good backlinks here, and which you can go and create for yourself also. So that is the like sites നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. So you can create projects and track the backlinks കംപ്ലീറ്റ് റൺ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് നോക്കിയിട്ട് റിമൂവ് ചെയ്യുന്നത്, ഡിസലൗ ചെയ്യുന്ന എല്ലാം നമുക്ക് ലോസ്റ്റ് ഫൗണ്ട്, ടാർഗറ്റ് പേജസ്, അബൌട്ട്, കംപ്ലീറ്റ് ലിങ്ക് അനാലിസിസ് നമുക്ക് ഇവിടെ എന്താ ചെയ്യുന്ന ബാക്ക്ലിങ്ക് ഓഡിറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ബാക്ക്ലിങ്ക് ഓഡിറ്റ്. നൗ ലിങ്ക് ബിൽഡിംഗ് ടൂൾസ്. സോ അഗൈൻ ലിങ്ക് ബിൽഡിംഗ് ടൂൾസിനകത്ത് നമുക്ക് പ്രൊജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഓൾറെഡി ആഡഡ് പ്രൊജക്ട്സ് നമുക്ക് നോക്കാം. സോ ഇത് ലിങ്ക് ബിൽഡിംഗ് പ്രൊജക്ട്സിനകത്ത്. സോ ഗോ ടു പ്രോസ്പെക്ട്സ്. സോ ഇവിടെ പ്രോസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്യുക.
കീവേഡ്സ് എത്രയാണ്, കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, മെൻഷൻസ് ചെയ്തിട്ടുണ്ടോ. സോ ഓൾ ദോസ് സെക്ഷൻസ് യു വിൽ ബി ഏബിൾ ടു ഹിയർ. ആൻഡ് ലൈക്ക് ഇവിടെ നമുക്കൊരു ട്രാക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് വർക്ക് പ്രോഗ്രസ്സിലാണ്, ആ ലിങ്കിന് വേണ്ടി എന്താ ചെയ്തത്. ഇപ്പം വർക്ക് പ്രോഗ്രസ് ആണെങ്കിൽ കൊടുക്കാം, ഇപ്പം മാനുവൽ ലിങ്കാണ്, ഡയറക്റ്റ് കാറ്റലോഗാണ്, എന്ത് ടൈപ്പ് ഓഫ് ലിങ്കാണ്. ഓൾ ദോസ് കസ്റ്റമൈസേഷൻ യു ക്യാൻ ഫോക്കസ് ഓൺ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് ലിങ്ക് ബിൽഡിംഗ് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ലൈക്ക് നമ്മൾ റീച്ച് ചെയ്തിട്ട് എന്താ ഹെൽപ്പ് വന്നോ കിട്ടിയോ, ഓൾ ദോസ് സെക്ഷൻസ് യു ക്യാൻ ജസ്റ്റ് ലൈക്ക് ഇൻ പ്രോഗ്രസ് ടു ഇൻ പ്രോഗ്രസ്സിനെ നമുക്ക് വേണമെങ്കിൽ തന്നെ ആക്കാം. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രസ്സിലാണെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് യു ക്യാൻ ഓൾവേസ് see this. And now let's move to next one, bulk analysis. So ഇത് ബൾക്ക് ഡൊമൈൻ ഇട്ടിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ പുട്ട് ഓൾ ദ ബൾക്ക് ഹിയർ. ആൻഡ് ബൾക്ക് ലിങ്ക് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ് ടു 200 ഡൊമൈൻസിനെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ആൻഡ് ഓൾ ദ ഡൊമൈൻസിൻ്റെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ബൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ബൾക്ക് അനാലിസിസ് ടൂൾ യു ക്യാൻ യൂസ് ഫോർ ദ ലിങ്ക് ബിൽഡിംഗ്. Now let's get into the on page factors. So on page നകത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന സൈറ്റ് ഓഡിറ്റ് ആണ്. സോ ഏത് സൈറ്റ് ആണെങ്കിലും നമുക്ക് സൈറ്റിൻ്റെ ഓഡിറ്റ് റൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്കൊരു പുതിയ പ്രൊജക്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്രോൾ ചെയ്യാൻ പറ്റും. ആ സൈറ്റ് നമുക്ക് ക്രോൾ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ആഡ് പ്രൊജക്റ്റ് ആൻഡ് ലെറ്റ്സ് see that how like it's going. Share this projects once it's set up. Let's create projects. So എത്ര പേജസ് ആണ് ക്രോൾ ചെയ്യേണ്ടത്. സോ പെർ ഓഡിറ്റിനകത്ത് എത്ര പേജ് ആണ്. സോ ലെറ്റ്സ് മാക്സിമം 1 lakh ആണ്. സോ ആഡിങ് മോർ ദാൻ 20,000. സോ ലെറ്റ്സ് ഗോ ഫോർ ദ 20,000. ക്രോൾ സോഴ്സ് വെബ്സൈറ്റ്സ് ആണോ, സൈറ്റ് മാപ്പ് ഓൺ സൈറ്റ് ആണോ, ഇൻറ്റയർ സൈറ്റ് മാപ്പ് URL ആണോ, URL ഫ്രോം ഫയൽസ് ആണോ. സോ എനിക്ക് വെബ്സൈറ്റ്സിൻ്റെ ക്രോൾ സ്റ്റേറ്റസ് ആണ് വേണ്ടത്. സോ സെൻഡ് മീ എവൽ ടൈം ആൻഡ് കംപ്ലീറ്റ്. എനിക്ക് ഇമെയിലിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല. സ്റ്റാർട്ട് ദ സൈറ്റ് ഓഡിറ്റ്. സോ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഡൊമൈൻ സെക്ഷൻ കണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പം ക്രോൾ സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. യൂസർ ഏജൻറ്റ് ഏതാണ്, SEMless ബോട്ട് മൊബൈലാണ് വരാൻ പോകുന്നത്. സോ ഇപ്പം മൊബൈൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആക്കാൻ പറ്റും. ഇപ്പം ഗൂഗിൾ ബോട്ട് വേണമെങ്കിൽ ഗൂഗിൾ ബോട്ട് എങ്ങനെയായിരിക്കും സ്ക്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ ഹൗ ഗൂഗിൾ ഏജൻറ്റ് ഏതാണ് വരുന്നത്, മിനിമം ഡിലേ ബിറ്റ്വീൻ പേജസ്, റെസ്പെക്റ്റ് നമ്മുടെ റോബോട്ട്സ് TXT റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഹിയർ യു ക്യാൻ അലൗ ലൈക്ക് ഓൾ ദ പേജസ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതും ഓൾ ദ പേജസ് വിച്ച് യു ഡോണ്ട് വാണ്ട് ടു ക്രോൾ. റിമൂവ് URL പാരാമീറ്റേഴ്സ്. ഇപ്പം എന്തെങ്കിലും റിമൂവ് ചെയ്യേണ്ട ഏതൊരു പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ഹിയർ. ആൻഡ് ബൈപാസ് website restriction, bypass, disallow in the robots and by robots meta tags. All those sections you can see. And last one is you can schedule this every week ano, every Monday ano, daily ano, how you want it to be this particular tool. So one time anengil once matra anengil you can just put once. So as of now crawlers, let's Google bot ne namukku nokam. Respect robots disallow onu cheyanilla, remove URL cheyanilla, bypass onu cheyanilla, schedule once മാത്രമാണ്. സോ ലെറ്റ്സ് സൈറ്റ് ഓഡിറ്റ് നമുക്കത് റൺ ചെയ്യാം. സ്റ്റാർട്ട് ദ സൈറ്റ് ഓഡിറ്റ്. സോ നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ലൈക്ക് ഇത് ബേസിക്കലി നമ്മുടെ സൈറ്റിൻ്റെ ഓഡിറ്റ് എടുത്തിട്ട് നമുക്കിവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. സോ ഹൗ മെനി പേജസ് ആർ ദെയർ ബേസ്ഡ് ഓൺ ദാറ്റ് ആയിരിക്കും നമ്മുടെ ഒരു ടൈമിംഗ് എടുക്കുന്നത്. സോ എത്ര പേജസ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് കിട്ടാൻ പറ്റും. സോ ഓൾറെഡി സം ഓഫ് ദ പ്രൊജക്ട്സ് ആർ ദെയർ. സോ ലെറ്റ്സ് open any one. So let's run this one. The big project, and that's why I'm opening like 5,000 around. So you can see that errors etra pages and warnings etra undu, notice etra undu. So endha error aanu, so you can see all the error segment here. And one art head redirect channel loop, 90 pages, one issue, all those sections namukku issues find ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടേ, അതിനെ ഫിക്സ് ചെയ്യണം. ലൈക്ക് ഇപ്പം ഞാൻ 4776 ഇഷ്യൂസ് അവർ പറയുന്നത് സ്ട്രക്ചർഡ് ഡാറ്റ ലിമിറ്റ് ഇൻവാലിഡ് ആണ്. സോ 173 ഇഷ്യൂസ് ഉണ്ടുള്ളത്. സോ what to do. So even though അവർ ഇതും പറയും why and how to fix it. സോ ഇപ്പം സ്ട്രക്ചേർഡ് ഐറ്റംസിനകത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. സോ പ്രൊജക്റ്റ് സ്ട്രക്ട് ഡാറ്റ ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. സോ എഫക്റ്റഡ് ഫീൽഡ് ഏതാണ്, ഓരോ സ്പെസിഫിക് ഫീൽഡ് മാത്രമായിരിക്കും. റേറ്റിംഗ്, ഓഫർ ആൻഡ് റിവ്യൂ. എ വാല്യൂ ഓഫ് അഗ്രിഗേറ്റഡ് റേറ്റിംഗ്, ഓഫർ ആൻഡ് റിവ്യൂ ഫീൽഡ് ഈസ് റിക്വയർഡ്. ഇതിനകത്ത് ഇവർ പ്രൊഡക്റ്റ് സ്കീമ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് പ്രൊഡക്റ്റ് സ്കീമേനകത്ത് അവർ റേറ്റിംഗ് കൊടുത്തിട്ടില്ല. ഇത് മാത്രമാണ് ഇവരുടെ ഇഷ്യൂ. സോ ഇത് മാത്രം നമുക്ക് ഫിക്സ് ചെയ്യേണ്ടി വരും. സോ ലൈക്ക് യു ക്യാൻ സീ ദാറ്റ് വെൻ യു ക്ലിക്ക് ഹിയർ
You can even see that how to fix that particular section. So this issue is tracked if structured data content field and do not meet Google guidelines. So a particular section on category credibility. Check structured data on your web page will validate tool. Please note that different marketing testing tools show different results. We recommend that you rich result test, that is Google test cheyananu. So this is the way how you go, and all the issues you will find and you will go and fix one by one. So idella one hand nathu cheyan pattathilla, chelpam ഓരോന്ന് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഈ ഇഷ്യൂസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫിക്സ് ചെയ്യേണ്ടതാണ്. സോ ദാറ്റ്സ് വേ ഹൗ വി ഗോ അബൌട്ട് സൈറ്റ് ഓഡിറ്റ്. സോ ലെറ്റ്സ് സീ ദാറ്റ് ഇഫ് നമ്മുടെ പ്രൊജക്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അനലൈസ് ദാറ്റ് ഇഷ്യൂസ്, വാട്ട് ആർ ദ ഇഷ്യൂസ് ആർ ദെയർ വിത്ത് നമ്മുടെ പ്രൊജക്ട്. സോ ദ പ്രൊജക്ട് വി ആർ ആഡഡ്. സോ ഓൾ ദ സൈറ്റ്സ് ഹിയർ. Okay, so you can just search your project. Okay, crawling ഉള്ളു. So let's open. സോ പൊസിഷൻ ട്രാക്കിംഗ് മാത്രമേ ഇപ്പം സെറ്റപ്പ് ആയിട്ടുള്ളൂ. ബാക്കി സാധനങ്ങൾ നമ്മൾ ഓരോന്നോരോന്ന് സെറ്റപ്പ് ചെയ്യണം. സോ ഇത് മേജറായിട്ട് ആ സെക്ഷനിൽ വരുന്നത്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അനദർ സെഗ്മെൻറ്റ്. ഓൺ പേജിനകത്ത് SEO ഓഡിറ്റ് നമ്മൾ നോക്കി. ഇനിയിപ്പം SEO കണ്ടൻറ് ടെംപ്ലേറ്റ് നമുക്ക് നോക്കാം. സോ ഇൻ്റർവ്യൂ ടാർഗറ്റ് കീവേഡ്സ്, ലെറ്റ്സ് ഐ വാണ്ടഡ് ടു ഗോ ഫോർ SEO എക്സ്പേർട്സ് കേരള. സോ നമുക്ക് ജസ്റ്റ് ഫോർ ഇതിനു വേണ്ടി നോക്കാം. നമുക്ക് ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം. സോ കൺട്രി ഏത് കൺട്രിയാണ് നമ്മൾ നോക്കുന്നത്. സോ ഐ വാണ്ടഡ് ടു ഗോ ഫോർ ഇന്ത്യ. ആൻഡ് റീസൺ യു ക്യാൻ സെലക്ട് ദ റീസൺ കേരള. Even you can select the city where you wanted to look for the SEO templates. So let's go for the Kozhikode. Let's first go with my location. Now let's create SEO template. Okay, so now this will actually give me full status, like എങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് കീവേഡ്സാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, സോ എൻ്റെ കണ്ടൻറ്റിനകത്ത് ഏത് കീവേഡ്സാണ് വേണ്ടത്, അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി തരും. സോ വാട്ട് ഈസ് ഹീസ് ഡൂയിങ് ഈസ് അനലൈസിങ് ടോപ്പ് 10 റാങ്കിങ്. ഓൾറെഡി റാങ്ക് ചെയ്യുന്ന സൈറ്റ്സ് ഏതേതാണ് അവരുടെ അനലൈസ് ചെയ്തിട്ട് ആ ഡാറ്റാസാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി നീഡ് ടു വെയിറ്റ് to get finished. So now you can see that SEO content template result recommendations order wise നമുക്കിത് നോക്കാൻ പറ്റും. So key recommendation based on Google top 10. ഫസ്റ്റ് ഈസ് സെമൻറ്റിക്കലി റിലേറ്റഡ് കീവേഡ്സ്. നമുക്ക് എന്തെന്ത് കീവേഡ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. SEO സ്പെഷ്യലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ്, ഇതെല്ലാം കീവേഡ്സാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ബാക്ക് ലിങ്ക്സ് ഏതേത് സൈറ്റ്സിനകത്തു നിന്നാണ് ബാക്ക് ലിങ്ക്സ് നമുക്ക് കൊണ്ടുവരേണ്ടത്. സോ ദീസ് ആർ ദ സൈറ്റ്സ് ആണ് വെയർ ദേ ആർ ഗെറ്റിംഗ് ബാക്ക് ലിങ്ക്സ്. ഈ ടോപ്പ് 10 സൈറ്റ്സിന് റാങ്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ബാക്ക് ലിങ്ക്സ് ആണ്, ബാക്ക് ലിങ്ക്സിൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത്. റീഡബിലിറ്റി ടോപ്പ് സ്കോർ 10 URLസിൻ്റെ 51 ആണ്. ടെക്സ്റ്റ് ലെങ്ത് എത്രയാണ്, 1000 വേർഡ്സിൻ്റെ അറൗണ്ട് ആണ്. ഓവറോൾ ഈ ടോപ്പ് 10 എക്സ്പേർട്സിൻ്റെ റാങ്ക് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഒരു കീവേഡ്സിന്. സോ ഐ ഗോട്ട് മൈ ബേസ് ഐഡിയ ഹൗ ടു സ്റ്റാർട്ട് വിത്ത്. സോ എവിടെ ലിങ്ക് ബിൽഡിങ്ങിന് ഏതിൽ ലിങ്ക് ബിൽഡിംഗ് നമുക്ക് ഫോളോ ചെയ്യണം, ഏതേത് കീവേഡ്സ് നമുക്ക് ഫോളോ ചെയ്യണം, ഏതേത് ടെക്സ്റ്റ് ലെങ്ത് എത്ര ഫോക്കസ് ചെയ്യണം, ഇത്ര സെക്ഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 1 കീവേഡ്സിന് വേണ്ടി കിട്ടി. സോ നൗ ഐ ക്യാൻ എക്സ്പോർട്ട് ദിസ് ഡോക് ആൻഡ് സേവ് വിത്ത് മൈ content writer to write this content, and then I will send this to my backlink team to go and register for this particular section. Backlinks create AMD, I will ask them to create that. So this will very helpful for me to optimizing content or doing SEO for specific segment. So this content template doc is downloaded. So when you open, you will see that what is like actually mentioned. So ഈ doc നമുക്ക് very simple ആണ്. So ഏതാണ് keywords you can just go and you can just send this to them. Even article വരെ അവർ കോപ്പി ചെയ്തിട്ടുണ്ട്. So what are the other people are writing about, so you can just refer that. ഓരോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മെയിൻ see how competitor write about their target keywords. So എങ്ങനെയാണ് ടാർഗറ്റ് കീവേഡ്സ് എഴുതിയേക്കുന്നത്. So that's the way how you can go about it. So let's close it and now let's get into on page SEO checker.
സോ ഇപ്പോൾ ഓൺ പേജ് SEO ചെക്കേഴ്സ് നമുക്ക് നോക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ക്രിയേറ്റ് എ പ്രൊജക്റ്റ്, യു നീഡ് ടു ക്രിയേറ്റ് ഓൺ പേജ് SEO ചെക്ക്. സോ ലെറ്റ്സ് ഓപ്പൺ അനദർ സൈറ്റ്, പിങ്ക്. സോ ഇവിടെ നമുക്കിപ്പം പിങ്കിനകത്ത് ടോപ്പ് പേജസ് ടു ഒപ്റ്റിമൈസ്. സോ ഓരോ പേജസിനകത്ത് എന്തെന്ത് ഐഡിയാസ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ഐഡിയാസ് ആൻഡ് യു വിൽ സീ ദാറ്റ് സ്ട്രാറ്റജി, നോ കീവേഡ്സ് ഇൻ കാനബലൈസേഷൻ. സോ SEO strategy needed to improve, good. സോ ഇത് രണ്ട് സെക്ഷൻ നമുക്ക് ഓക്കെ ആണ്. SERP features, if we discover that you should get a start rating your page, you will provide with ideas. സോ കണ്ടൻറ്റിനകത്ത് നമുക്ക് ഇതാണ് മെയിൻലി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള സെക്ഷൻസ്. So no keyword stuffing in title, no keyword stuffing, all those sections you will be seeing here. So ഇതെല്ലാം നമുക്ക് എന്താ ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടെക്നിക്കൽ ഇഷ്യൂസ്, ഇന്റർണൽ ലിങ്കിങ് പോയിന്റ് ടു ദിസ് പേജ്, title tag is used, meta tag space not blocked from crawling, no duplicate URL, no duplicate content found. Then backlinks, എവിടുന്ന് backlinks നമുക്ക് acquire ചെയ്യാൻ പറ്റും. To acquire backlinks from following domains, show all, ഏതേത് ഡൊമെയിൻ ആണോ ഉള്ളത്. So you can see that complete segment here. That is like when you add a project. So ഒരു പ്രൊജക്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഫീച്ചർ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് ചെയ്യാൻ പറ്റും. Now it's a long file analyzer. So ഇത് exclusive opportunity to try new tools that will give you an exact understanding how search engine and interacting with your website. Be the first to try it. So ഇവർ പുതിയ ഫീച്ചേഴ്സ് ആണ്. സോ യു ക്യാൻ ജസ്റ്റ് ലോഗ് ഫയൽസിനെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുപോയിട്ടിടണം ആൻഡ് ദേ വിൽ അനലൈസ് ഹൗ ഒരു ക്രോളേഴ്സ് പോയിട്ട് നമുക്ക് എങ്ങനെയാണ് സൈറ്റ് അനലൈസ് ചെയ്യുന്നതെന്ന്. നൗ ലിസ്റ്റിംഗ് മാനേജ്മെൻറ്റ്. സോ ലിസ്റ്റിംഗ് മാനേജ്മെൻറ്റ് ഇസ് ബേസിക്കലി ഫോർ ലോക്കൽ SEO ആണ്. സോ നമ്മുടെ ബിസിനസ് നോക്കിയിട്ട് ഹൗ ഇറ്റ് വർക്ക്, ചെക്ക് യുവർ ലിസ്റ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ട് ബിസിനസ് ഇൻഫർമേഷൻസ്. സോ നമുക്കിത് ആഡ് ചെയ്യാം. സോ ലെറ്റ്സ് take Bipin Nair, this the thing. Check your listing. This country is not supported yet. Supported countries, United States, United Kingdom. So ഇത്ര countries മാത്രമേ ഉള്ളൂ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. So if your client is from there, you can go about it. So these are the some new features in this one. You can try this local tracking, ranking, all those sections you will be manage reviews. എല്ലാം കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് one segment തന്നെ ചെയ്യാൻ പറ്റും. So that is like link management. So now tracking, sensors, ranks. Now rank tracking. So നമുക്ക് നമ്മുടെ കീവേഡ്സിൻ്റെ റാങ്ക് ട്രാക്കിംഗ് നമുക്ക് നോക്കാൻ പറ്റും. SEMrush സെൻസേഴ്സ് ബേസിക്കലി നമുക്ക് പറയുന്നത് ഈ അപ്ഡേറ്റ്സ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ലൈക്ക് എങ്ങനെയുണ്ട് ലാസ്റ്റ് 30 days എങ്ങനെയുണ്ട്, SERP വോട്ടിലിറ്റി എങ്ങനെയുണ്ട്, ലൈക്ക് ഇപ്പം നമുക്ക് എപ്പോഴേലും അപ്ഡേറ്റ്സ് വരുമ്പം വെരി ഹൈ ആയിരിക്കും നമ്മുടെ വോട്ടിലിറ്റി പോകുന്നത്. ഇതിപ്പം ഹൈ റേഞ്ചിലാണ് ഈ സമയത്തെല്ലാം പോയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സെക്ഷൻസ്. ഏത് സെഗ്മെൻറ്റിനകത്താണ് കൂടുതൽ ഫീച്ചേഴ്സ് അക്കറാവുന്നത്, ലൈക്ക് ഇപ്പം ഷോപ്പിംഗ് റിസൾട്ട്സ് ഇത്ര % ഡ്രോപ്പ് ആയിട്ടുണ്ട്, ദി ആഡ്സ്, HTTPS സ്റ്റേറ്റസ് എന്താണോ ഉള്ളത്, അപ്ഡേറ്റ് ടു ഗൂഗിൾസ് അൽഗോരിതം ലാസ്റ്റ് 30 daysനകത്ത് 26 വന്നതാണ് ലോഞ്ച് ഓഫ് ദ ലിങ്ക് സ്പാം അപ്ഡേറ്റ്. സോ ഈ അപ്ഡേറ്റ് ആയിരുന്നു വന്നത്. സോ യു ക്യാൻ keep yourself updated with this and you can see that category wise നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഏതേത് ഇൻഡസ്ട്രി വൈസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ വിച്ച് ഇൻഡസ്ട്രി ഏതാണ് ഹോട്ട് ഇൻഡസ്ട്രി. ഇപ്പോൾ ഫിനാൻസിനകത്ത് 5.2 ആണ്, ഗെയിംസിനകത്ത് 6.7 ആണ് കിടക്കുന്നത്. സോ വെൻ യു ക്ലിക്ക് ഹിയർ യു ക്യാൻ ഹൈ റേഞ്ച് പൊസിഷൻ ചേഞ്ചസ് ഫ്രോം ന്യൂമറസ് സൈറ്റ്സ്, ഗൂഗിൾ റിസൾട്ട്സ് ആർ shaking up. This may be sign of the possible algorithm change. Check if your site has been affected. So ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രീനകത്ത് ഭയങ്കര ഹൈ റേഞ്ചിനകത്ത് ഹോട്ടാണ്. SERP ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ടോപ്പ് ആഡ്സ് ഡൗൺ ആണ്, നോ SERP ഫീച്ചേഴ്സ് വരുന്നില്ല. സോ ബേസിക്കലി ലിങ്ക് സ്പാം ആണ് ഇപ്പം അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സോ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പേഴ്സണൽ. സോ പേഴ്സണൽ നമ്മൾ ആ പ്രൊജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിനെ ഇവിടെ നോക്കാൻ പറ്റും. എനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ സെൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഡെവിയേഷൻസ് നമുക്ക് ഗെയിംസ്, റെഫറൻസ്, ഓൾ ദ ഇൻഡസ്ട്രി വൈസ് നമുക്കിവിടെ നോക്കാൻ പറ്റും. Now let's get into winner and loser. ഏത് ഇൻഡസ്ട്രിയുടെ ആണ് വിന്നർ ആ പർട്ടിക്കുലർ സെക്ഷനകത്ത്. ഇപ്പോൾ ഗെയിംസിനകത്ത് എത്ര പേര് വിന്നർ ആണ് വന്നിരിക്കുന്നത്. ടോപ്പ് സൈറ്റ്സ് ഇൻ ഗെയിം കാറ്റഗറി. സോ വിന്നേഴ്സ് ഇപ്പോൾ റാങ്കിങ് ഡ്രോപ്പ് ആയ സൈറ്റ്സ് ഏതാണ്, യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ദാറ്റ് ദീസ് ആർ ദ സൈറ്റ്സ് ഹൂ ഇസ് ദ ലൂസർ ഇൻ ദാറ്റ് പർട്ടിക്കുലർ niche. So you can see that these are the sites. 100 top 100 ലൂസേഴ്സിനെയാണ് കാണിക്കുന്നത്. എത്ര കീവേഡ്സ് ആണ് ലൂസ് ചെയ്യുന്നത്, ലോസ്റ്റ് കീവേഡ്സ് എത്രയുണ്ട്. സോ കീവേഡ്സ് ഡ്രോപ്പ്, പൊസിഷൻ ഡ്രോപ്പ് വന്നേക്കുന്നത് എത്രയാണ്. സോ ഓൾ ദോസ് സെക്ഷൻസ് യു വിൽ ബി ഏബിൾ ടു സീ ഹിയർ. സോ ദാറ്റ് ഈസ് ദ
another feature of sensor, and then ranks. So SMRS rank basically നമ്മുടെ keyword ranking track ചെയ്യുന്ന സെക്ഷൻസ് ആണ്. സോ യു ക്യാൻ ലൈക്ക് ടോപ്പ് റാങ്കിങ് SMRSനകത്ത് ടോപ്പ് റാങ്കിങ് വരുന്നത് എന്താണ്, സോ അതിനെപ്പറ്റിയാണ് ബേസിക്കലി. ഇപ്പോൾ ടോപ്പ് റാങ്കിങ് സൈറ്റ്സ് ഏതേതാണ്, ടോപ്പ് 10നകത്ത് വരുന്ന റാങ്കിങ് സൈറ്റ്സ്, എത്ര കീവേഡ്സ് ഉണ്ട്, ട്രാഫിക് എത്രയുണ്ട്, all those sections you can see here. So Amazon is coming on 6th, first one is YouTube. So you can see that how many keywords are there, how many paid keywords are there. So just go and I'm curious, like 597 എന്ത് കീവേഡ്സ് ആണ് ആളുകൾ പൈസ കൊടുക്കുന്നത്, ലൈക്ക് അഡ്വർടൈസിങ് എന്ത് പർട്ടിക്കുലർ കീവേഡ്സിന് വേണ്ടിയാണ് ആളുകൾ 597 keywords, എന്ത് ടൈപ്സ് ഓഫ് കീവേഡ്സ് ആണ്, ലൈക്ക് ജസ്റ്റ് ഐ എം ക്യൂരിയസ് ടു സീ ദാറ്റ് ദോസ് കീവേഡ്സ്, വാട്ട് ആർ ദ കീവേഡ്സ്. So let's ഇത്ര കീവേഡ്സ്, ട്രാഫിക്, ഇത്ര മിനിയൽസ്. So keywords is not showing here, supposed to show. Okay, anyways, here is the keywords, keyword wise. So I'm not able to find this, so let's move to another one. Okay, this is now let's get to SEO again. സോ നമ്മൾ SEOനകത്ത് നമ്മളിപ്പം റാങ്ക്സ് നോക്കി, സോ ഓരോ സൈറ്റ്സിൻ്റെ റാങ്ക്സ്. സോ ഇതിപ്പം SEO ഫീച്ചേഴ്സ് മാത്രമായിരുന്നു നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ഫീച്ചർ വരുന്നത് ലോക്കൽ SEO ആണ്. സോ ലോക്കൽ SEOനകത്ത് നമുക്ക് ലിങ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ ട്രാക്കിംഗ്, ആ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ബട്ട് ഇത് സ്പെസിഫിക് ലൊക്കേഷൻസിന് വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മൾ നോക്കിയായിരുന്നത്. സോ വി കാൺട്ട് യൂസ് ദിസ് ആസ് ഓഫ് നൗ, ബട്ട് ലെറ്റർ ഓൺ ഇൻ ദ ഫ്യൂച്ചറിനകത്ത് അവരിത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഈവൻ ദോ ലൈക്ക് സം ഓഫ് ദ ലൊക്കേഷൻ യു ക്യാൻ ന്യൂ പൊസിഷൻ ട്രാക്കിംഗ്, യു ക്യാൻ ജസ്റ്റ് ചെക്ക്. So enter your project domain name and project name, create a project, location, സോ റീസണറാണ്. ബിസിനസ് നെയിം പാക്ക് ഇൻ ലോക്കൽ ബിസിനസ്, എന്താണ് ലോക്കൽ ബിസിനസ്സിനകത്ത് പേര്, നെയിം ഓഫ് ദ ലോക്കൽ ബിസിനസ്. നൗ ഐ ക്യാൻ ജസ്റ്റ് ആഡ് ദ കീവേഡ്സ്. സോ add to project. So I will be just tracking my local positioning here. So that is the local positioning tracking. Then site audit, ഇത് ഇച്ചിരി കൂടെ ഫിൽട്ടർ ആവാൻ സമയം എടുക്കും. So let it take some time. So ഇപ്പം സൈറ്റ് ഓഡിറ്റ്, നമ്മുടെ സൈറ്റ് 90 pages ആണുള്ളത്, 10 minutes ago ആണ് നടന്നത്. സോ നമുക്ക് ആ സെയിം സൈറ്റ് ഓഡിറ്റ് നമുക്ക് നോക്കാൻ പറ്റും. സോ ലെറ്റ്സ് ഓപ്പൺ ദാറ്റ് സൈറ്റ് ഓഡിറ്റ്. സൈറ്റ് ഓഡിറ്റ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. So error 34 pages error, 366 warning, and itra notifications undu. So now let's look for the issues, 29 issues. Let's see that what are the issues are there. So image not an issue. Okay, so this is the image. This is not banking. Best resource to learn digital marketing. See, the Amazon images are, I think. So Amazon directed the images in the URL ആണ്. So I think I need to fix that article. I need to upload into website and set there. So all the images is from
അവിടെ നിന്ന് വരുന്ന സെക്ഷൻസ് തന്നെയാണ്, ആ പർട്ടിക്കുലർ URL തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിസോഴ്സസിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സെക്ഷൻസ് ആണ് ഇഷ്യൂ ആയിട്ട് കാണിക്കുന്നത്. So I need to fix that article. So that is the only issue which I am seeing this in this particular segment. So that is the error. And warnings, let's see that what are the warnings are there. So 218 issue with unminified JavaScript and CSS. So it's like basically JavaScript code focused errors ആണ്. So basically CSS errors ആണ് വരുന്നത്. So contact form 7 ഇഷ്യൂ ഉണ്ട്. പിന്നെ social icon VZY web zoom. So contact form 7 social icon. So നമുക്കിത് ഇവിടെ കാണാൻ പറ്റും ഏതേത് പ്ലഗിൻസ് ആണ് നമുക്ക് ഇഷ്യൂ ഫൈൻഡ് ചെയ്യുന്നത്, ഇഷ്യൂ കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇഫ് ദിസ് ഇഷ്യൂ ഇസ് ദെയർ. സോ ഓൾ ദോസ് CSS എനിക്ക് തോന്നുന്നു ഈ രണ്ട് പർട്ടിക്കുലർ സൈറ്റ് പ്ലഗിൻസിനകത്തു നിന്ന് മാത്രം വരുന്നതാണ്. സോ ഐ ക്യാൻ റിമൂവ് ദാറ്റ് ആൻഡ് ഐ ക്യാൻ try to fix that. So CSS issues will be get fixed. So this way I can analyze all the complete segments. So namukku a site ID, then on page SEO checker again local SEO snippets nathu nammade ranking kude idu check cheyyunnaayirikkum. So you can see that when you add a project here you will be able to see this also. So idinu vendi namukku setup cheyanam, search console setup cheyidale varthullu. So you need to put the search console setup cheyanam. So you need to set up. Okay, so now let's SEO കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അഡ്വർടൈസിങ് ഒരു റിസർച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ആരാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, ഏത് കോമ്പറ്റീറ്റേഴ്സാണ് ചെയ്യുന്നത്. സോ ഗൂഗിൾ ആഡ്സിനെ പറ്റിയാണ് നമ്മൾ മെയിൻലി ഇവിടെ ചെയ്യുന്നത്. ഗോ ടു അഡ്വർടൈസിങ് റിസർച്ച്, ആഡ് ട്രാക്കിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ ആഡ്സ്. So this is market analysis sections. Display advertising, go to display advertising, PLA, keyword gap, and as well as keyword magic tools, PPC keywords tools, charts, position tracking and social media ads. So itra features ആണ് നമുക്ക് ഈ particular section അകത്ത് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഡൊമൈൻ അനാലിസിസ് എടുക്കാം, ഡൊമൈൻ ഓവർവ്യൂ. സോ ലെറ്റ്സ് put a website which do the lot of advertisement. So let's track Amazon domain overview. So authority, so നമുക്ക് ഇവിടെ ഡിസ്പ്ലേ അഡ്വർടൈസിങ്ങും മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പെയ്ഡ് സെർച്ച് ട്രാഫിക്കുമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട്. സോ വെൻ യു സീ ദാറ്റ് ഓൾ ദ സെക്ഷൻസ് വിൽ ബി ദെയർ, ഓർഗാനിക്, ഓൾ ദോസ് സെക്ഷൻ നമ്മൾ മുകളിൽ കണ്ടുകൊണ്ടിരുന്നത് കാണാം ഇവിടെ. ബട്ട് നമുക്ക് ബേസിക്കലി ഫോക്കസ് ചെയ്യേണ്ടത് ആ രണ്ട് സെഗ്മെൻറ്റിനകത്താണ്. സോ സെർച്ച് ആഡിനെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ വ്യൂ ഓൾ ദ സെർച്ച് ആഡ്സ്. സോ സെർച്ച് ആഡ് റൺ ആവുന്നത് ഏതേത് സെർച്ച് ആഡ്സ് ആണ് ആമസോൺ റൺ ചെയ്യുന്നത് അതെല്ലാം നമുക്കിവിടെ ആഡ് കോപ്പീസ് കാണാൻ പറ്റും. പ്രൈം മെമ്പർഷിപ്പിനെ ആഡ് റൺ ചെയ്യുന്നുണ്ട്, get great deals, all the sections Amazon ad run ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, all the search ads. So other than that then display advertising ഇവരുടെ നമുക്ക് നോക്കാം. So let's Amazon തന്നെ ഡിസ്പ്ലേ ആഡ് എങ്ങനെയാണ് ഡിസ്പ്ലേ ആഡ്സ് ചെയ്യുന്നത്. സോ ഒരു ആഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി എങ്ങനത്തെ ആഡ്സ് ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി ആ പർട്ടിക്കുലർ കാറ്റഗറിക്ക് വേണ്ടിയാണ്. സോ അടുത്ത കാറ്റഗറി ഈ കാറ്റഗറി. സോ യു ക്യാൻ സീ ദാറ്റ് the product they are advertising for and view all image ad, all the images ad. നിങ്ങൾക്ക് വൺ ട്രിക്കിനകത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ ക്രിയേറ്റീവ്സ് ആണ് ആമസോൺ പോലത്തെ ക്ലയൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇഫ് യുവർ കോമ്പറ്റീറ്റർ ഈസ് ലൈക്ക് സംതിങ് ദിസ്, യു ക്യാൻ ജസ്റ്റ് ഫോക്കസ് ഓൺ ലൈക്ക് സെക്ഷൻസ് ഇവരോട് കോമ്പറ്റീഷന് വേണ്ടി. ഇനിയിപ്പോൾ നമുക്കിവിടെ പബ്ലിഷർ ആരാണ് നമുക്ക് നോക്കാം. ലൈക്ക് വെയർ ദേ ആർ റണ്ണിങ് ദീസ് ആഡ്സ്. ഈ ഡിസ്പ്ലേ ആഡ് എവിടെയാണ് ഇവർ റാങ്ക് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് healthfact.in, Sairi for lovers. സോ ഏതേത് സ്ഥലത്താണ് ഇത് പർട്ടിക്കുലർ സൈറ്റ്സ് പോകുന്നത്. ദിസ് ലുക്ക് ലൈക്ക് ഇറ്റ്സ് ഡിസ്പ്ലേ ആഡ്സ്, ഗൂഗിൾ ഡിസ്പ്ലേ ആഡ്സ് തന്നെയാണ്. സോ ദാറ്റ്സ് വൈ ദിസ് പർട്ടിക്കുലർ സെക്ഷൻസ് കമ്മിങ്. നൗ നമുക്ക് PLA റിസർച്ച് നോക്കാം.
സോ ഇത് ബേസിക്കലി പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആഡ്സ് ആണ്, അതാണ് PLA വരുന്നത്. സോ ഓരോ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് വരുന്ന സെക്ഷൻസ് ആണ് കാണിക്കുന്നത്. ട്രെൻഡ്സ്, ഏതേത് പ്രൊഡക്ട്സിൻ്റെ കീവേഡ്സിനെയാണ് ലിസ്റ്റിംഗ്. ഷോപ്പിംഗ് ആഡ്സിൻ്റെ ബേസിക് സെക്ഷൻസ് ആണിത് കാണിക്കുന്ന. ഷോപ്പിംഗ് ആഡ്സിനകത്ത് ഇവർ ഏതേത് റൺ ചെയ്യുന്നതിന്. സോ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ കീവേഡ്സ് വിച്ച് ദേ ആർ ആക്ച്വലി റണ്ണിങ് ഫോർ. സോ ദാറ്റ് ഈസ് ലൈക്ക് അഡ്വർടൈസിങ്. ഇതിനകത്ത് തന്നെ കീവേഡ് ഗ്യാപ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ കോമ്പറ്റീറ്റർ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് നോക്കാൻ പറ്റും ആമസോൺ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാത്ത ഏതാണ്. അതേപോലെ തന്നെ മാജിക് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കീവേഡ് മാജിക് ടൂൾസ് നമ്മൾ നോക്കിയായിരുന്നു. ദെൻ കീവേഡ് മാനേജർ. സോ കീവേഡ് മാനേജർ ഇതിനകത്ത് ആമസോൺ റിലേറ്റഡ് കീവേഡ്സ് നിങ്ങൾക്ക് ഫിൽട്ടർ ഡൗൺ ചെയ്യാൻ പറ്റും. സോ മാജിക് ടൂൾ ലൈക്ക് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല യൂസ്ഫുൾ ആണ്. ദെൻ കീവേഡ് മാനേജറിനകത്ത് നമുക്ക് പുതിയ കീവേഡ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. PPC കീവേഡ്സ് ടൂൾസ് ഓൾറെഡി എന്തെന്ത് കീവേഡ്സാണ് അവർ ആഡ് റൺ ചെയ്യുന്നത് നമുക്കത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും ആ പർട്ടിക്കുലർ ക്ലയൻറ്റിന് വേണ്ടി. ആഡ് ഹിസ്റ്ററി. സോ അവരുടെ കംപ്ലീറ്റ് ആഡ്സിൻ്റെ ഹിസ്റ്ററി നമുക്കിവിടെ നോക്കാൻ പറ്റും. സോ ഇൻഡയറക്റ്റ് കീവേഡ്സ് ആൻഡ് യു ക്യാൻ ചെക്ക് ദാറ്റ് ആഡ് ഹിസ്റ്ററി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്ലയൻറ്റ്. സോ ഡൊമൈൻ URL എന്ത് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ദെൻ ട്രാക്കിങ്ങിനകത്ത് പൊസിഷൻ ട്രാക്കിങ്ങിനകത്ത് നോക്കാൻ പറ്റുന്നതാണ് അവരുടെ പൊസിഷൻസ്. ഇതെല്ലാം നമ്മൾ പഴയ ഫീച്ചേഴ്സ് തന്നെയാണ്, ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തും വരുന്നതാണ്. സോ സോഷ്യൽ മീഡിയ ടൂൾ കിറ്റ്സ് സോഷ്യൽ മീഡിയ ട്രാക്കിംഗ് ആണ്. സോ ഇത് പുതിയ ഫീച്ചേഴ്സാണ്. ലെറ്റ്സ് സീ ദാറ്റ് ഇസ് അവൈലബിൾ ഇൻ അവർ കൺട്രി ഓർ നോട്ട്. സോ ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ഇതിനു വേണ്ടി സെറ്റപ്പ് ചെയ്യണം. സോ ലെറ്റ്സ് സെറ്റപ്പ്. എല്ലാ അക്കൗണ്ടും നമുക്ക് കണക്ട് ചെയ്യണം. സോ ക്രിയേറ്റ് ആഡ് ഷെഡ്യൂൾ അനലിറ്റിക്സ് ട്വിറ്റർ ലിങ്ക്ഡിൻ all those sections you can connect, and from one single place you can manage all these things. So this is good if you are using social media as specific segments. So social media nathu namukku social media poster, social media tracking, social media ads sections നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് വരത്തുള്ളൂ. സോ വി നീഡ് ടു കണക്ട് ദിസ്, then only we able to see this all those sections. So then content marketing nathu content topic research, SEO, content templates. Idu basically topic research model thodangam. So idum nalla important aanu. Whenever we are going to write an article, you need to just go and create an idea. So nammal ippom or idea create cheyidayirunnu. Let's see that is there or not. So we have got some keywords. So let's take these keywords. So നമുക്ക് ഈ കീവേഡിനെ ജസ്റ്റ് ഒന്ന് നോക്കാം. So let's keyword country will be India. Reason should be നമ്മുടെ location Kerala, and city should be Thrissur ആണ്. So Thrissur will be the reason. Now let's get content idea. So നമ്മളത് ഇതിൻ്റെ മുമ്പേ നമ്മൾ കണ്ടതായിരുന്നു. സോ ലൈക്ക് കംപ്ലീറ്റ് ആർട്ടിക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് സെക്ഷൻ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. എന്തെന്ത് കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും സെക്ഷൻസ് വരേണ്ടത്, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്ന സെക്ഷനാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂരിന് ഞാനൊരു കണ്ടൻറ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ what are the things I need to include here? That is the segment I need to create in this particular tool. So collecting data. So let's collect the data, and you can see data collect aayi. So these are the keywords people are using: Google Ads, mobile apps, social media marketing, email marketing, search engine automation, content marketing, display ad, സർട്ടിഫിക്കേഷൻ കോഴ്സ്, റിയൽ ടൈം. ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ ഇത് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവർ പറയുന്നത്. ലൈക്ക് ഇപ്പം ഗൂഗിൾ ആഡ്സ്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ, 6 ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ, അഡ്വാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ തൃശ്ശൂർ. സോ മൊബൈൽ ആപ്പ് ആണെങ്കിൽ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തൃശ്ശൂർ, സോഷ്യൽ മീഡിയ. സോ ദീസ് ആർ ദ സം ടോപ്പിക് ഐഡിയാസ് ലൈക്ക് ബെസ്റ്റ്. എല്ലാം ബെസ്റ്റ് തന്നെയാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ബെസ്റ്റ്. സോ റിയൽ ടൈമിനകത്ത് ബെസ്റ്റ് വരുന്നത് ട്രെയിനിങ് കോഴ്സസ്, SEO കോഴ്സസ്. ഏതേത് കീവേഡ്സിനകത്താണ് ആളുകൾ കണ്ടൻറ്റ് എഴുതുന്നതിനാണ്. നെക്സ്റ്റ് ഡിജിറ്റൽ അക്കാഡമി, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ തൃശ്ശൂർ.
So these are the keywords ആണ് ബേസിക്കലി ഇവിടെ കാണിക്കുന്നത്. ഗൂഗിൾ ആഡ്സിൻ്റെ വോള്യൂം, മൊബൈൽ ആപ്സ്, ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻസ്. സോ നമുക്കിവിടെ ഷോ മോർ. സോ യു ക്യാൻ സീ ദാറ്റ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ഇത്ര വോള്യൂം, ഡിഫിക്കൽട്ടി ഇത്ര. സോ ഹെഡ്ലൈൻസ്, ആർട്ടിക്കിൾസ് അവിടെ പോകുന്ന ഹെഡ്ലൈൻസ് എന്താണ് വരുന്നത്? ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ തൃശ്ശൂർ, SEO കോഴ്സസ്, digital marketing training, 6 best digital marketing course, industrial, top 5 digital marketing course, top 30 digital marketing course in Thrissur, all those sections here. Then questions in the way, what is the digital marketing institute in Kerala, which one of the SEO training institute in Kolkata, which is the future of digital marketing, what is the future of digital marketing in Kerala. So these are the some keywords which you can think about, which is the best website designing company in Kerala, what is SEO and WordPress, what are the tracking of SEO 2020. So what is the future of digital marketing Kerala, what is the digital marketing, what is the digital marketing institute in Kerala. So what atra suitable alla, this question looks good, so you can just copy and you can use what related, why related, all those sections ningalku ivide kaanan pattum. Is SEO important for content writers? Is content writing still king in SEO? What are the benefit of unique content? So നമുക്കിത് ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ഐഡിയ കിട്ടുന്നുണ്ട്. സോ യു ക്യാൻ പ്ലാൻ അല്ലെ ഹെഡ്ലൈൻ ബേസ്ഡ് ഐഡിയാസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ റിലേറ്റഡ് സെർച്ച്, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, സോ റിയൽ ടൈം, റിയൽ ടൈം നോക്കാം. റിയൽ ടൈം ഇത്ര വോള്യൂം, ഇത്ര സെക്ഷൻ. സോ റിയൽ ടൈം നമുക്കൊരു റിലവൻസി ഇല്ല, സോ വി ക്യാൻ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. സോ ദാറ്റ് ഇസ് ദ ടോപ്പിക് സെർച്ച്. സോ ടോപ്പിക് റിസർച്ചിന് വേണ്ടി ഓരോ ഐഡിയാസാണ്, ലൈക്ക് എങ്ങനത്തെ ഐഡിയാസാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. സോ നോ വെൻ യു ആഡ് ദാറ്റ് യു ക്യാൻ ആഡ് ഇൻ ടു ഫേവറേറ്റ്. സോ ഇവിടെ നമുക്ക് അഗെയിൻ ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. SEO എക്സ്പേർട്ട് ടെംപ്ലേറ്റ്. സോ വ്യൂ ദിസ് ടെംപ്ലേറ്റ്സ്, നമ്മളിത് ഓൾറെഡി SEO ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ ആ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ SEO റൈറ്റിംഗ് അസിസ്റ്റൻറ്റ്, ഇത് ബേസിക്കലി നമുക്ക് ലൈവായിട്ട് ഇവിടെ തന്നെ റൈറ്റ് ചെയ്യാൻ പറ്റും. സോ വെൻ വി സ്റ്റാർട്ട് റൈറ്റിംഗ്, ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ കീവേഡ് ഇൻക്ലൂഡ് ചെയ്ത്, ഈ കീവേഡ് ഇൻക്ലൂഡ് ചെയ്തില്ല, അതായിരിക്കും ഇതിനകത്ത് വരുന്നത്. സോ ഗോ ഗെറ്റ് ആഡ് ഓൺ ഇൻ ഗൂഗിൾ ഡോക്ക്, അല്ല പിന്നെ ഗെറ്റ് ആഡ് ഓൺ വേർഡ്പ്രസ്. സോ ഈ രണ്ട് സെഗ്മെൻറ്റിനകത്ത് നമുക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഒരു അത് കിട്ടിക്കൊണ്ടിരിക്കും, റിക്കമെൻഡേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും, റൈറ്റിംഗ് ഗൈഡൻസ്. സോ ഇപ്പം നമ്മൾ ഓൾറെഡി എഴുതിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ കം ഹിയർ ആൻഡ് യു ക്യാൻ പുട്ട് യുവർ ആർട്ടിക്കൽ ഹിയർ ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇതെല്ലാം കീവേഡ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന്, റീഡബിലിറ്റി സ്കോർ, നമ്മൾ പറഞ്ഞ കീവേഡ്സ് എല്ലാം ഇതിനകത്തുണ്ടോ ഇല്ലേന്ന് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇറ്റ് വിൽ ഗിവ് യു എക്സാക്ട്ലി ദ ഹൗ മച്ച് ഹിസ് ക്വാളിറ്റി അതിൻ്റെ എത്രയാണെന്ന്. ദെൻ കംസ് ബ്രാൻഡ് മോണിറ്ററിങ്. നമ്മുടെ ബ്രാൻഡ് നെയിം എവിടെയെങ്കിലും മോണിറ്റർ ആവുന്നുണ്ടോ, ദാറ്റ് തിങ്. ദെൻ പോസ്റ്റ് ട്രാക്കിംഗ്, നമ്മുടെ പോസ്റ്റിനെ, പിന്നെ കണ്ടൻറ് ഓഡിറ്റിംഗ്, നമ്മുടെ ആർട്ടിക്കിളിനെ നമുക്കിവിടെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദോസ് ആൾ സെക്ഷൻസ് വിൽ ബി ഹിയർ, യു ക്യാൻ യൂസ്. ദെൻ കംസ് കോമ്പറ്റീറ്റീവ് റിസർച്ച്. സോ കോമ്പറ്റീറ്റീവ് റിസർച്ചിനകത്ത്, സോ യു ക്യാൻ അനലൈസ്, യു ക്യാൻ സീ ദാറ്റ് സോ 1 hour, but still it's a feature is not over. So competitive research dashboard, traffic, market explorer, organic research, gap, ഇതെല്ലാം നമുക്ക് കോമ്പറ്റീറ്റർ ബേസിക്കലി മുകളിൽ ടോക്ക് ചെയ്ത് സംസാരിച്ച സാധനം തന്നെയാണ്. ബട്ട് ഇത് ഓരോ കാറ്റഗറി വൈസ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വെൻ യു ആർ ഡൂയിങ് കോമ്പറ്റീറ്റീവ് റിസർച്ച് യു ജസ്റ്റ് നീഡ് ടു ഫോക്കസ് ഓൺ ട്രാഫിക് അനാലിറ്റിക്സ്. സോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ട്രാഫിക്കിന് എന്താ വരുന്നത്, അവരുടെ അനാലിസിസ് എന്താണ്. സോ ചെക്ക് കോമ്പറ്റീറ്റർ. സോ യു ജസ്റ്റ് നീഡ് ടു പുട്ട് യുവർ കോമ്പറ്റീറ്റർ and you can check your competitor analysis. So like it's Amazon just ഒരു സാമ്പിൾ തരുവാണ് അവർ. സോ ഞാൻ ആമസോണിൻ്റെ ട്രാഫിക് അനാലിസിസ് മാത്രം ചെയ്യുന്നതാണ്. സോ ബേസിക്കലി മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സോ ഐ ക്യാൻ ഗോ ആൻഡ് ലുക്ക് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെ ഒരു മാർക്കറ്റ് എക്സ്പ്ലോറേഷനാണ് ചെയ്യുന്നത്. എത്രയാണ് ഗ്രോത്ത്, എത്രയാണ് സെക്ഷൻ. സോ ദീസ് ആൾ ദ തിങ്സ് നമ്മൾ ഓൾറെഡി മുകളിൽ നോക്കിയതാണ്. ബട്ട് ദേ ഹാവ് ലൈക്ക് ഒരു സെഗ്മെൻറ്റിനകത്ത്, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റിനകത്ത് അവർ 3 പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആഡ്, ഡിസ്പ്ലേ അഡ്വർടൈസിങ് റിസർച്ച് കംപ്ലീറ്റ്ലി അവർ ചേഞ്ച് ചെയ്ത്. സോ അതേപോലെ തന്നെ ബ്രാൻഡ് മോണിറ്ററിങ് സെക്ഷൻസ്, ഓൾ സെക്ഷൻസ്. ദെൻ ലാസ്റ്റ് ഫീച്ചർ ദാറ്റ് ഈസ് ലൈക്ക് വെരി ഇൻഫോർമേറ്റീവ്, വെരി യൂസ്ഫുൾ ഫോർ ഏജൻസീസ്. So agency solutions. So when you click on the agency solutions, so agency partner, so lead generation, optimization and automations, client management and my reports. So agency partners nathodu nammal varuvaanengil,
So you can see that this particular segment is basically for agencies nu vendiyana. So that's the extra payment thanne undu aa agency kits avaru provide cheynathu. So where you can manage your clients, our ranking, our keywords, our reporting, all those sections will be here. You can manage complete client and add client and import project and send them all those things. Even though keep track of your interest, client history and pitch, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കംപ്ലീറ്റ് സെഗ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആഡ് എ ക്ലയൻറ്റ്. സോ ഇത് നമുക്ക് ഇതിനകത്ത് പിച്ച് റെഡിയാക്കിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. സോ ദാറ്റ്സ് ദ feature of this particular segment. So company and contact person. So let's company, contact person. Just for example, you can just add. So now you can add their project reports. Go to report, go to project, quick note, complete section നമുക്ക് ഇവിടെ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ക്ലയൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. റിപ്പോർട്ട്സ്, യു ക്യാൻ ജനറേറ്റ് ദിയർ റിപ്പോർട്ട്സ്, SEO റിപ്പോർട്ട്സ്, അങ്ങനത്തെ സെക്ഷൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബുക്ക് എ ഫ്രീ ഡെമോ ഫോർ ഏജൻസി, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ്. സോ വൈഡ് വെറൈറ്റി ഓഫ് മെട്രിക്സ്, കണക്ട് എക്സിസ്റ്റിംഗ് റിപ്പോർട്ട്സ്, നമുക്ക് തന്നെ ഒരു ഫ്രഷ് റിപ്പോർട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്, ലൈക്ക് PDF റിപ്പോർട്ട്, സോ മന്ത്ലി SEO, ഓർഗാനിക് സെർച്ച് പൊസിഷൻ, SEO ഓഡിറ്റ് ഫുൾ റിപ്പോർട്ട്, ബാക്ക്ലിങ്ക് ഫുൾ റിപ്പോർട്ട്, ഫുൾ ഓർഗാനിക്, ഫുൾ അഡ്വർടൈസിംഗ് റിസർച്ച്, സൈറ്റ് ഓഡിറ്റ് overview, then monthly competitor analysis, Google Ads, site audit issues, domain comparison and Google My Business Insights. So let's monthly SEO നമ്മൾ എടുക്കാവുന്നു. So now you need to add your domain. So just add my domain, desktop, database അവിടുത്തെയാണ്. ഈ IN പ്രൊജക്റ്റ്, ഏത് പ്രൊജക്റ്റാണ്, സോ അതിനുവേണ്ടി നമുക്ക് ഓഡിറ്റിംഗ്, ട്രാക്കിംഗ്, ക്യാമ്പയിൻ ഇതെല്ലാം സെറ്റ് ചെയ്യണം, എന്നാലേ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ക്രിയേറ്റ് എ റിപ്പോർട്ട്. സോ നമ്മളത് സെലക്ട് ചെയ്യാത്തതുകൊണ്ട് റിപ്പോർട്ട് ഇതിനകത്ത് വരത്തില്ല. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ഓൾ ദ സെക്ഷൻസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ക്രിയേറ്റ് റിപ്പോർട്ട് ആൻഡ് യു ക്യാൻ share this with your client. Even the theme update, all those sections is there. So that is the features of reporting features you can use. So ഇതിപ്പോൾ നമ്മൾ ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നില്ല, ദാറ്റ്സ് വൈ ലൈക്ക് ദിസ് പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ റിപ്പോർട്ട് സെക്ഷൻ നമുക്ക് ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, ക്ലയൻറ്റ് ഏജൻസി എടുത്തിട്ടില്ലെങ്കിൽ കാണാൻ പറ്റും. സോ മൈ റിപ്പോർട്ട്, പ്രൊജക്ട്സ്, ഡാഷ്ബോർഡ്, ലീഡ് ജനറേഷൻ ടൂൾ, മാർക്കറ്റിംഗ്, കാലണ്ടർ, നോട്ട്സ്. സോ ഇപ്പം മൈ പ്രൊജക്ട്സിനെ നമ്മളിപ്പം കണ്ടത് സെക്ഷൻസ് ഏതേത് പ്രൊജക്ട്സിൻ്റെ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ട. മൈ പ്രൊജക്ട്സ്, കംപ്ലീറ്റ് പ്രൊജക്ട്സിൻ്റെ റിപ്പോർട്ട് കാണാം ഇവിടെ. സോ ഓരോ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും, എവറി വീക്ക്ലി റിപ്പോർട്ട്, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊജക്ട്സ്, click on the projects. So all the projects, which are the projects is added, it will shown here. So all the projects നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. All 48 projects are there. So now let's move back. Dashboard. So projects ne ellathinte oru dashboard. So dashboard, complete dashboard, my projects. Then come to lead generation tools. സോ നമുക്കിവിടെ ഇമെയിൽ, എഡിറ്റ്, കംപ്ലീറ്റ് ഡൊമൈൻ, ഫോൺ ലേബൽ, ഓൾ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്, ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ്, എഡിറ്റ്. സോ ലീഡ് ജനറേഷൻ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. വിസിറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് യുവർ ഫ്രീ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഓഡിറ്റ് നൗ എന്ന് പറഞ്ഞാൽ നമുക്കത് ഓഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. സോ ഇതായിരിക്കും നമ്മൾ വിസിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലൈക്ക് ക്ലയൻറ്റിനോട് നമ്മൾ ലാൻഡിങ് പേജിനകത്തോട്ട് ഗെറ്റ് യുവർ ഫ്രീ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. സോ ഓൾ ദ ലീഡ് ജനറേഷൻ ടൂൾസ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് ആണ്. സോ ഓൾ ദ സെക്ഷൻസ് യു ക്യാൻ ചേഞ്ച് ഹിയർ. ഇമെയിൽ ഓപ്ഷൻ, ഫോൺ നമ്പർ,
then marketing calendar. So നമുക്ക് calendar fix ചെയ്യാൻ പറ്റും, campaign run ചെയ്യുന്ന task activities complete ഇവിടെ തന്നെ നോക്കാൻ പറ്റും. So then SEO quick ഇവരുടെ തന്നെ extension ആണ്, you can use that, that's like browser based ആണ്. Then affiliate program, report custom reports, all those sensors, Pauli, these are the other sections. Then resources, ഇവരുടെ courses, blogs, all those sections you can see here. Companies, about ഇവരുടെ കമ്പനിയെ പറ്റി നമുക്കത് നോക്കാൻ പറ്റും. App centers, so this is the new features. So explore app centers and extra tools, the content marketing, impact hero, agency partner, Amazon tools, ഇവരുടെ തന്നെ വേറെ ടൂൾസസ് ഏതേതാണ് സെക്ഷൻസ് ആണ്. So that's it. So വലിയ ലോങ് വീഡിയോ ആയിപ്പോയി. I think like it's almost 1 year, 1 hour. So hope നിങ്ങൾക്ക് നല്ല ഇതിനകത്ത് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. കണ്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് SEMrush ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെരി പവർഫുൾ ടൂളാണ്. സോ if you are interested, if you wanted to add one tool, like ഇപ്പം ഇതിനകത്ത് ആഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഏജൻസി ആണെങ്കിൽ, so I recommend SEMrush. If you wanted to go and purchase this tool, you go and purchase. And if you want, I'm also an affiliate partner. If you want, you can just go and buy from my link. I will drop it on description. If you want, you can go and purchase, or else you can directly go and purchase. It's up to you. So that's it. Hope you like this video. See you guys in next video. Till then, bye bye, take care.